ഹായ് ഓൾ. അങ്ങനെ നമ്മൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെയും LSG സെക്രട്ടറി പരീക്ഷയുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഞാനും അക്ഷയ് സാറുമായിരിക്കും ആ സബ്ജക്ട് ഹാൻഡിൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്കറിയാം, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കോഴ്സസ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു ലിമിറ്റഡ് ടൈം ഓഫർ എന്നുള്ള രീതിയിൽ LSG സെക്രട്ടറിയുടെ കോഴ്സ് വെറും 6000 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. KASന്റെ കോഴ്സ്, പ്രിലിംസ് കം മെയിൻസ് കം ഇന്റർവ്യൂ, എല്ലാത്തിന്റെ സമഗ്രമായ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് വെറും 10,000 റുപ്പീസിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിന്റെ കോംബോ കോഴ്സുകളും അവൈലബിൾ ആണ്. സോ അഡ്മിഷന് താല്പര്യമുള്ള ആൾക്കാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ഫർദർ വെയിറ്റിംഗ് ഇല്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. താങ്ക് യു. Yes. So welcome. Good evening to one and all. So നമ്മൾ കൂടുതൽ പ്രിഫേസ് ഒന്നും തരുന്നില്ല, നമ്മളുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഏരിയ വുഡ് ബി റിഗാർഡിംഗ് ദി സെലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു സെലിയന്റ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷ സ്വഭാവങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ജസ്റ്റ് ഒരു സ്ട്രാറ്റജി മാത്രമാണ്, എങ്ങനെ പൊളിറ്റി പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. പൊളിറ്റി എങ്ങനെ ഡീൽ ചെയ്യാം ഫോർ KAS ആൻഡ് LSGS എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അതിൽ നമ്മൾ ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കാം, അതുപോലെ എങ്ങനെ M. ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി ടെക്സ്റ്റ് ബുക്ക് വായിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത്. യു വുഡ് ഡെഫിനറ്റ്ലി ഗെറ്റ് ദ റെക്കോർഡ് കിട്ടും. ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സ്പീഡ് കൂട്ടിയിട്ട് കേട്ടാൽ മാത്രം മതി. അതിനപ്പുറത്തേക്ക് പഠിക്കേണ്ടുന്ന കാര്യങ്ങളൊന്നും ഇന്നലെ പറഞ്ഞിട്ടില്ല. ഓക്കെ, യെസ്. സോ ടുഡേസ് പോർഷൻ, യെസ്, ദ സെലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ബൈലിംഗ്വൽ ആയിട്ടായിരിക്കും പോകുക. രണ്ട് ഭാഷയിലും, അതായത് മലയാളത്തിലും ഇംഗ്ലീഷിലും കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിനെ മാത്രം അമിതമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യില്ല. രണ്ട് ഭാഷയിലും കംഫർട്ടബിൾ ആയിട്ടുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും. പക്ഷെ ചിലർക്ക് ഒരു ഭാഷ മാത്രം കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്നവരും ഉണ്ടാകാറുണ്ട്. സോ ഡസന്റ് മാറ്റർ, നമ്മൾക്ക് ഏത് ഭാഷയാണെങ്കിലും അതിന്റെ കംഫർട്ട് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. സോ ദാറ്റ്സ് ഇറ്റ്. സോ സെലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് I just wanted to give you a brief introduction about the Constitution of India. ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടന എന്ന ആശയം എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. സോ ദ ഇന്റൻഷൻ ഓഫ് ദിസ് സെഷൻ, ഈ ഒരു സെഷന്റെ ഇന്റൻഷൻ നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി ഒരു ധാരണ നൽകുക എന്നുള്ളതാണ് പ്രധാനമായും ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അഫ്കോഴ്സ് പ്രിയാമ്പിൾ ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയണമെങ്കിൽ വായിക്കേണ്ട ഒരു കാര്യം. പക്ഷെ ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വണ്ടർഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സെലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ മേഖലയിൽ നിന്ന് ഒരുപാട് പ്രിലിംസ് ചോദ്യങ്ങൾ, വൈ ഐ സേ പ്രിലിംസ് ഇസ് ബിക്കോസ് നമ്മൾക്ക് KASന്റെ ഒരു മെയിൻസ് മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ മെയിൻസ് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പ്രിലിംസിന് ഈ മേഖലകളിൽ നിന്ന് ഇപ്പോഴും നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ കാണാറുണ്ട് റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ദിസ് ഏരിയ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫോർ ദ മെയിൻസ് ഓൾസോ, ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ മെയിൻസ് ഓൾസോ, ആൻഡ് വെൻ വി കൺസിഡർ ദ ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഓഫ് ദി എക്സാം, from that perspective also salient features becomes more important. കാരണം ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ വേണമെങ്കിൽ PSCക്ക് write about the salient features of the Indian Constitution, and it is a very big challenge. വളരെ ചലഞ്ചിങ് ആണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ. കാരണം സെലിയന്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് സെലിയന്റ് ഫീച്ചേഴ്സ് നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം കാര്യങ്ങൾ വിതിൻ ലിമിറ്റഡ് ടൈം ഫ്രെയിം, വിതിൻ ലിമിറ്റഡ് വേർഡ് ലിമിറ്റ്, you have to include as part of your answer. So that would be a challenge actually. അപ്പോൾ ആ ചലഞ്ച് എങ്ങനെ മീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശക്തമായിട്ട് ആലോചിക്കണം. നിങ്ങൾക്ക് സ്പൈഡർ ഡയഗ്രാംസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. when it comes to the mains answer writing, ഒരുപാട് കണ്ടന്റുകൾ നിങ്ങൾക്ക് എഴുതി ചേർക്കണമെന്നുണ്ടെങ്കിൽ കൈൻഡ്ലി യൂസ് ദീസ് കൈൻഡ് ഓഫ് ഡയഗ്രാംസ്. ഓക്കെ, ഇങ്ങനെ ഒരു ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്യുക. സോ ദാറ്റ് യുവർ ടൈം, സമയം ലാഭിക്കാം, അതേസമയം തന്നെ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റുകൾ എഴുതി ചേർക്കാൻ സാധിക്കും. ആ പോയിന്റുകൾ പെട്ടെന്ന് തന്നെ ഇവാലുവേറ്ററിന് മനസ്സിലാക്കാനും സാധിക്കും. സോ ഇഫ് ദേ ആർ ആസ്കിംഗ് യു അബൌട്ട് ദി സെലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കൈൻഡ്ലി ഡു റെഫർ
regarding these features in this kind of representations. അതായിരിക്കും ഏറ്റവും നല്ല വേ ഓഫ് റെപ്രസെന്റിംഗ് ദ ആൻസേഴ്സ്. അപ്പോൾ കൂടുതൽ ഡിസ്ക്രിപ്ഷനിലേക്ക് എക്സാമിനറിന് പോകേണ്ട ആവശ്യം വരില്ല. ഫ്രം ദ ഫസ്റ്റ് site itself, the examiner would be able to understand what you know, what you doesn't know. So വളരെ ട്രാൻസ്പെറന്റ് ആയി തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും സാധിക്കും. ഐ മീൻ ഇങ്ങനെ ഫാക്ടേഴ്സ് ചോദിക്കുന്നു അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ചോദിക്കുന്നു അത്തരം ഘട്ടങ്ങളിൽ. So one expected question for mains is that elaborate on the salient features of the Indian Constitution or describe the salient features of the Indian Constitution എന്നൊരു ചോദ്യം ചോദിക്കുക. പരമാവധി പോയിന്റുകൾ ഉൾപ്പെടുത്തുക. നമ്മൾ എല്ലാ പോയിന്റും ഡിസ്കസ് ചെയ്യും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു എസൻസ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയി അത് മാറുകയും ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. Now let me ask you one thing. What do you mean by constitution? എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? Or before that, let me ask you one question. What do you mean by polity? Popularly, your syllabus or your content is known as polity. What do you mean by polity? എന്താണ് polity എന്ന് പറഞ്ഞാൽ? Or what is the difference between polity and constitution? Is there any difference? Polityയും കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? Polity and constitution. You might have heard about different terms, അല്ലെ? Polity, constitution, politics എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? Politics എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. Political science എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. Now what is the difference between all these things? Political science ഉണ്ടായിരിക്കും, politics ഉണ്ടായിരിക്കും. Now what is the difference of these terms? എന്താണ് polity എന്ന് പറഞ്ഞാൽ? See, now let me be very clear regarding that. This is the first question that you need to address before you start the preparation. Okay, constitution is the fundamental law of the land. ഒരു നാടിന്റെ നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. The fundamental law of the land is known as the constitution. So if they ask you regarding the salient features of the Indian Constitution, how would you start the answer? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? The Constitution is the fundamental law of the land. If this is the first statement, the examiner would understand that yes, you have got the idea about what is Constitution talking. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു വളരെ ഷാർപ്പായ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് തന്നെ വേണം നിങ്ങളുടെ ആൻസർ ആരംഭിക്കാൻ. ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ് ഈസ് നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വെരി ഗുഡ്, ഫൈൻ. അതിനപ്പുറത്തേക്ക് ഡെഫിനിഷന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഭരണഘടന എന്ന് പറയുന്നത് ഒരു നാടിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ്. ഓക്കെ, ഇൻ മലയാളം അങ്ങനെയാണ് പറയുക. ഒരു നാടിന്റെ നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. Now what do you mean by polity? എന്താണ് polity? Polity is, in simple terms, let me put it in simple terms, polity means the constitution in run. This is known as polity. അതായത് ഭരണഘടന ചലിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്. ആ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്തെ വിവിധ വ്യവസ്ഥകളെ എങ്ങനെ ചലിപ്പിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ പൊളിറ്റി എന്ന് പറയുന്നത്. അതൊരു സംവിധാനമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ആക്റ്റീവ് ആകുമ്പോൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ സഹായത്തോടു കൂടി ഭാവിയിൽ രാജ്യ പുരോഗതി കൈവരിക്കുമ്പോൾ, that system is known as polity. So that is the difference between constitution and polity. Now what do you mean by politics? എന്താണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? പൊളിറ്റിക്സ് രാഷ്ട്രീയം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് രാഷ്ട്രീയം? പൊളിറ്റിക്സ് മീൻസ് ഇറ്റ് ഇസ് ദ സ്ട്രഗിൾ ഫോർ പവർ. അധികാരത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അധികാരത്തിനായുള്ള ഒരു സ്ട്രഗിളിനെയാണ്, ഒരു സംഘർഷത്തെയാണ് നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഡസ് നോട്ട് മാറ്റർ, ബട്ട് ഓൾ ദോസ് തിങ്സ് വിൽ കം അണ്ടർ പൊളിറ്റിക്സ്. അത് ശാന്തമാകാം, അശാന്തമാകാം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് അകത്ത് പോലും പൊളിറ്റിക്സ് ഉണ്ട് അല്ലെ? ഫാമിലിക്ക് അകത്ത് പൊളിറ്റിക്സ് ഉണ്ടാകും, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പൊളിറ്റിക്സ് ഉണ്ടാകും, നിങ്ങളുടെ വർക്ക് പ്ലേസിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടാകും. സോ പൊളിറ്റിക്സ് മീൻസ് ഇറ്റ് ഇസ് ജസ്റ്റ് എ സ്ട്രഗിൾ ഫോർ പവർ. Now what do you mean by political science? Political science is the study of
the study of polity. This is what do you mean by political science, the study of polity. Okay, so political science എന്ന് പറഞ്ഞാൽ you will learn about the Constitution of India, as well as you will learn about the change or the development achieved by the society through the Constitution of India. At the same time, you will learn about the struggle of power also. അപ്പൊ ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് എന്ത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. സ്റ്റഡി, ഇതൊരു പഠനമാണ്, ഒരു ഗവേഷണമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ബേസിക്കലി വാട്ട് ഡു യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് റിഗാർഡിംഗ് വാട്ട് ഡു യു മീൻ ബൈ പൊളിറ്റി, വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ, വാട്ട് ഇസ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് വാട്ട് ഇസ് പൊളിറ്റിക്സ്. ദാറ്റ്സ് ഇറ്റ്. ജസ്റ്റ് ഒരു ബേസിക് ലെവൽ ഇൻഫർമേഷൻ മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻ ഓപ്ഷണൽ പേപ്പറിൽ റിസർച്ച് നടത്തുന്ന ആൾക്കാരല്ല, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാരല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ താരതമ്യേന ലളിതമായ ഒരു പരീക്ഷ പഠിക്കുന്ന ആൾക്കാരാണ്. സോ സ്വാഭാവികമായും ഇത്രയും കാര്യങ്ങൾ മാത്രം അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കുക. Now you know what do you mean by the constitution. Now see, constitution can be categorized into two, അല്ലെ? ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ ഭരണഘടന രണ്ടായാണ് പൊതുവിൽ തരം തിരിച്ചിരിക്കുന്നത്, which you know, അല്ലെ? You definitely know that. Written constitution as well as you have unwritten constitution. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലിഖിത ഭരണഘടന അല്ലെങ്കിൽ written constitution എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ unwritten constitution എന്നും പറയാറുണ്ട്. So written constitution as well as you have unwritten constitution. Now, interesting thing which you need to be very careful. എന്താണ് written constitution ഉം unwritten constitution തമ്മിലുള്ള വ്യത്യാസം? This is very very important. സി റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാ ക്ലാസ്സുകളിലും, അതായത് UPSC-യിലാണെങ്കിലും PSC-യിലാണെങ്കിലും എവിടെ ക്ലാസ് എടുക്കുമ്പോഴും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ ആൻസർ വിച്ച് എവ്രിബഡി ഗീവ്സ്. കാരണം റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. The next question, what do you mean by unwritten constitution? എന്താണ് അലിഖിത ഭരണഘടന എന്ന് പറയുന്നത്? Written constitution is something which is written. Now what do you mean by unwritten constitution? അലിഖിത ഭരണഘടന എന്താണ്? അലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by unwritten constitution basically? Predominantly ഒരുപാട് പേര് പറയാറുണ്ട് unwritten constitution means sir it is not written എന്ന് പറയാറുണ്ട്. Unwritten constitution means not written എന്ന് പറയാറുണ്ട്. ചിലരിപ്പോ അമെൻമെന്റ് പറ്റാത്തതാണ് എന്ന് പറയുന്നു, റൂൾസ് എപ്പോഴും മാറും എന്ന് പറയുന്നു. ബട്ട് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് യെസ് എക്സാക്ട്ലി ഇറ്റ് ഇസ് നോട്ട് പ്രൊവൈഡഡ് ഇൻ റിട്ടൺ സിംഗിൾ ടെക്സ്റ്റ് ബുക്ക് ഫോർമാറ്റ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സിംഗിൾ ടെക്സ്റ്റ് ബുക്ക് ഫോർമാറ്റിൽ ലഭ്യമാണ്. യു വുഡ് ബി ഏബിൾ ടു ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്കൊരു സിംഗിൾ ടെക്സ്റ്റ് ബുക്കിന്റെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. If you really wanted to read the Constitution of India, you can just search it in the Amazon market and you will get the court pocket edition. അല്ലെ, വളരെ ചെറിയൊരു എഡിഷൻ നിങ്ങൾക്ക് വായിക്കാൻ ലഭിക്കും. ആൻഡ് such a wonderful document, സംശയമൊന്നുമില്ല, വേണമെങ്കിൽ വായിക്കാവുന്നതാണ്, സമയം അനുവദിക്കുമെങ്കിൽ. ഫ്യൂച്ചർ ബ്യൂറോക്രാറ്റ്സ് എന്നുള്ള നിലയിൽ നിങ്ങൾ വായിക്കേണ്ടതുമാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ സമയം കളയാനല്ല പറയുന്നത്, ബട്ട് സ്റ്റിൽ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഭരണഘടന എന്ന് പറയുന്നത് ലിഖിതമാണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു സിംഗിൾ റിട്ടൺ ടെക്സ്റ്റ് ബുക്ക് ഫോർമാറ്റിൽ ലഭ്യമാണ് എന്നതാണ് അതിന്റെ അർത്ഥം. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാത്ത ഭരണഘടന എന്നല്ല അർത്ഥം. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് ഇറ്റ് ഇസ് ഹൈലി ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ എന്ന് പറയാം. അതായത് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റങ്ങൾ വരുത്താൻ വളരെ എളുപ്പമാണ്. സേ ഫോർ എക്സാമ്പിൾ, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉദാഹരണമാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ലിഖിത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഫോർ written constitution. So now you can buy the Indian constitution in a single textbook format. Okay, Indian constitution നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ഒരു സിംഗിൾ ടെക്സ്റ്റ് ബുക്ക് ഫോർമാറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ബ്രിട്ടനിൽ ചെന്നൊരു ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞാൽ മൈ ഗുഡ്നസ്, നോ സർ, അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. ബ്രിട്ടന് സിംഗിൾ ടെക്സ്റ്റ് ബുക്ക് ഫോർമാറ്റിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, സർ പിന്നെ എന്താണ് ഈ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ
ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, അതിനെ നമ്മൾ പാർലമെന്ററി സ്റ്റാറ്റ്യൂട്ടുകൾ എന്നാണ് പറയുക. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളുടെ പാർലമെന്റ് പാസ്സാക്കിയ ഒരു ബില്ലാണ് വനിതാ സംവരണത്തിനുള്ള ബില്ല്, അല്ലെ, ഭരണഘടനാ ഭേദഗതി ബില്ല് പാസ്സാക്കി. അതുപോലെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്ന, നമ്മളുടെ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ള റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പോലെ, അതായത് വിദ്യാഭ്യാസ അവകാശ നിയമം പോലെയോ അല്ലെങ്കിൽ വിവരാവകാശ നിയമം പോലെയോ സാധാരണ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ. പ്ലസ് കഴിഞ്ഞിട്ടില്ല, അതേസമയം തന്നെ ബ്രിട്ടനിൽ ഒരു ജുഡീഷ്യറി ഉണ്ട്, അല്ലെ, ബ്രിട്ടീഷ് നീതിപീഠമുണ്ട്, ബ്രിട്ടീഷ് ജുഡീഷ്യറി. ഈ ജുഡീഷ്യറി എന്താ ചെയ്യുക? ജുഡീഷ്യറി ഈ നിയമങ്ങളുടെ വ്യാഖ്യാനം നടത്തുകയാണ് ചെയ്യുന്നത്, അല്ലെ. ബ്രിട്ടനിൽ നീതിപീഠം അല്ലെങ്കിൽ സുപ്രീം കോടതി എന്ന് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഒരു സംഘർഷം ഉണ്ടെങ്കിൽ, ആ സംഘർഷം സോൾവ് ചെയ്യുന്നത് ആരാണ്? അത് ജുഡീഷ്യറിയാണ്. അപ്പൊ ജുഡീഷ്യറി ചില പ്രസ്താവനകൾ നടത്തും. ആ പ്രസ്താവനകൾ കൂടി എന്തിന്റെ ഭാഗമാണ്? ബ്രിട്ടീഷ് ഭരണഘടനയുടെ ഭാഗമാണ്. കഴിഞ്ഞോ? ഇല്ല. അതോട് ഒപ്പം തന്നെ ബ്രിട്ടനിൽ മന്ത്രിസഭയുണ്ടാകും, ഉദ്യോഗസ്ഥരുണ്ടാകും. ഈ ഉദ്യോഗസ്ഥർ പുറപ്പെടുവിക്കുന്ന ഓർഡറുകൾ അല്ലെങ്കിൽ ഉത്തരവുകൾ നമ്മൾ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് എന്നാണ് പറയുക. കാര്യനിർവഹണ വിഭാഗത്തിന്റെ ആക്ഷൻസ് എന്ന് പറയും. എക്സിക്യൂട്ടീവ് ആക്ഷൻസ്, ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ പുറപ്പെടുവിക്കുന്നു, അല്ലെങ്കിൽ ചില ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്നു, പെരുമാറ്റ ചട്ടങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇതെല്ലാം എക്സിക്യൂട്ടീവ് ആണ് ചെയ്യുന്നത്, കാര്യനിർവഹണ വിഭാഗമാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം നിയന്ത്രണങ്ങൾ എന്തിന്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ ചട്ടങ്ങൾ എന്തിന്റെ ഭാഗമായിരിക്കും? അതും ബ്രിട്ടീഷ് ഭരണഘടനയുടെ ഭാഗമായിരിക്കും. ഇതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ കാലങ്ങളായി നിലനിൽക്കുന്ന, കാലങ്ങളായി പരിഷ്കാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതായത് കസ്റ്റംസ്, ട്രഡീഷൻസ്, പ്രാക്ടീസസ്, ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ്? ഇതെല്ലാം ബ്രിട്ടീഷ് ഭരണഘടനയുടെ ഭാഗമാണ്. സോ യു ഡു നോട്ട് എസെൻഷ്യലി ഹാവ്, understand this, you do not essentially have a single textbook format. ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് ഫോമാറ്റിൽ നിങ്ങൾക്ക് ബ്രിട്ടീഷ് ഭരണഘടന ലഭ്യമല്ല. അതാണ് നമ്മൾ ബ്രിട്ടീഷ് ഭരണഘടനയെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ആൻഡ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ ആണെന്ന് പറയാൻ കാരണം എന്താണ്? വളരെ ഈസി ആയി നമുക്ക് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭേദഗതി വരുത്താം. സേ ഫോർ എക്സാമ്പിൾ, ബ്രിട്ടീഷ് പാർലമെന്റ് നാളെ ഒരു നിയമം പാസ്സാക്കുന്നു, മറ്റന്നാൾ മറ്റൊരു നിയമം പാസ്സാക്കുന്നു, അതിന്റെ പിറ്റേന്ന് അടുത്തൊരു നിയമം പാസ്സാക്കുന്നു. ഇങ്ങനെ നിയമം പാസ്സാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടനിൽ എന്ത് സംഭവിക്കും? ബ്രിട്ടീഷ് ഭരണഘടനയിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് ജുഡീഷ്യറി ഒരു പ്രസ്താവന പുറത്തിറക്കുന്നു, ബ്രിട്ടീഷ് ഭരണഘടനയിൽ മാറ്റം സംഭവിക്കും. നാളെ ആ പ്രസ്താവന തിരിച്ചു പറയുന്നു, അങ്ങനെയാണെങ്കിലും മാറ്റം സംഭവിക്കും. വളരെ ഫ്ലെക്സിബിൾ ആയി മാറ്റം സംഭവിക്കും. എവിടെ? ബ്രിട്ടീഷ് ഭരണഘടനയിൽ. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിട്ടൺ ആൻഡ് അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് തിങ് വിച്ച് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണിത്. Constitution basically is categorized into written as well as unwritten constitution. Written constitution means the constitution which is available in single textbook format. ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് ഫോമാറ്റിൽ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നു. യെസ്, നിങ്ങളുടെ ആരുടെയും മൈക്ക് ഓൺ ആണ്, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. Okay. Yes. So unwritten constitution means it is very flexible in nature. അതായത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ, ജുഡീഷ്യറി പുറത്തിറക്കുന്ന പ്രസ്താവനകൾ, കാര്യനിർവഹണം വിഭാഗം പുറത്തിറക്കുന്ന ആക്ഷനുകൾ, കാലാകാലങ്ങളായി പിന്തുടരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇവയെല്ലാം എന്തിന്റെ ഭാഗമാകും? എല്ലാം നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമാകും എങ്കിൽ that is unwritten constitution. അപ്പൊ ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിൾ ആണെന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ ഭാഗത്തേക്ക് വരികയാണ്, പക്ഷെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാം. അതായത് നമ്മളുടെ ഭരണഘടനയിൽ വളരെ എളുപ്പത്തിൽ ഭേദഗതി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്, അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടോടുകൂടി ഭേദഗതി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട്. സോ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് എ ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ആൻഡ് ദിസ് വാസ് എ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ. PSC നേരത്തെ ഒരു പരീക്ഷയ്ക്ക്, ഒന്നിലധികം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
the nature of the Indian constitution, whether it is rigid, whether it is flexible. It is neither rigid nor flexible, either or blend of rigidity or flexibility എന്ന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊരു രണ്ടാമത്തെ ക്ലാസ് എത്തുമ്പോഴേക്കും നമ്മളുടെ ക്വസ്റ്റ്യൻസ് പതുക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. ഇന്ന് നമ്മൾ ജസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഒന്നും പറഞ്ഞു തീരില്ല, ജസ്റ്റ് പറഞ്ഞു തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ബ്ലെൻഡ് ഓഫ് റിജിഡിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, ക്വാസി ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല. ക്വാസി ഫെഡറൽ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഉള്ളത്. ക്വാസി ഫെഡറൽ ഞാൻ പറയാം എന്താണെന്ന്. ക്വാസി ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഇല്ല കേട്ടോ. ക്വാസി ഫെഡറൽ ഉണ്ട്. ഐ ടെൽ യു വാട്ട് ഇസ് ക്വാസി ഫെഡറൽ ഇൻ ദ കമ്മിങ് സെഷൻസ്. ഫൈൻ. നൗ വൺ മോർ തിങ്, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. സി, വെൻ യു കം ടു ഇന്ത്യ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ അഗെയിൻ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്ത്യയിൽ പരമാധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഹൗ വിൽ യു ആൻസർ? ഇന്ത്യയിൽ പരമാധികാരം ആർക്കാണ്? പാർലമെന്റിനാണോ, രാഷ്ട്രപതിക്കാണോ, ജനങ്ങൾക്കാണോ? ആർക്കാണ് പരമാധികാരം? സോവറിനിറ്റി ആർക്കാണ്? യെസ്, വെരി ഗുഡ്. The sovereignty lies with the people of India, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ ജനാധിപത്യമാണ് എന്ന് പറയുന്നത്. ഡെമോക്രസി എന്നാണ് നമ്മൾ പറയുന്നത്. ഡെമോക്രസി മീൻസ് ഇറ്റ് ഇസ് ദ റൂൾ ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. സോ അബ്രഹാം ലിങ്കൺ ഹാസ് പ്രൊവൈഡഡ് ദിസ് ഡെഫിനിഷൻ. അബ്രഹാം ലിങ്കൺ പറഞ്ഞത് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. സോ ഇതിനപ്പുറത്തേക്ക് ഏറ്റവും നല്ല ഒരു ഡെഫിനിഷൻ മറ്റാരും പറഞ്ഞിട്ടില്ല. അബ്രഹാം ലിങ്കൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കായി, ജനങ്ങൾ തന്നെ ഭരിക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. പരമാധികാരം ജനങ്ങൾക്കാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നൗ ദ ട്രിക്കി പാർട്ട് ഇസ് ഹിയർ. ഈ പരമാധികാരം ജനങ്ങൾ ഒരു ഡോക്യുമെന്റിന് കൈമാറി. എങ്ങനെയാണ് കൈമാറിയത്? ജനങ്ങൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക്, അല്ലെ? 1946 നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഈ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ജനപ്രതിനിധികൾ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നു നടന്നത്. ഡയറക്റ്റ് ഇലക്ഷൻ ഒന്നും ആ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. പക്ഷെ ജനപ്രതിനിധികൾ എന്ത് ചെയ്തു? ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക്, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അയക്കുകയും ഭരണഘടനാ നിർമ്മാണ സഭ 1946 നവംബർ 26 തീയതി എന്ത് ചെയ്തു? ഒരു പ്രഖ്യാപനം നടത്തി. എന്താണ് ആ പ്രഖ്യാപനം? ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങൾക്കായി തന്നെ, ഞങ്ങളെ ഭരിക്കുന്നതിന് വേണ്ടി, ഞങ്ങളുടെ ജനപ്രതിനിധികളാൽ തന്നെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഡോക്യുമെന്റ് ഞങ്ങൾക്കായി തന്നെ സമർപ്പിക്കുന്നു. വി അഡോപ്റ്റ്, ഇനാക്ട് ഹിയർബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുകയാണ്. അപ്പൊ പരമാധികാരം ഉണ്ടായിരുന്ന ജനങ്ങൾ ആ പരമാധികാരം ആർക്ക് കൈമാറുകയാണ്? ആ പരമാധികാരം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് കൈമാറുന്നു. സോ ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പരമാധികാര നിയമ സംഹിത ഏത് എന്ന് ചോദിച്ചാൽ ദ ആൻസർ ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. സോ നൗ ദ സുപ്രീം പവർ ഇൻ ഇന്ത്യ ലൈസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അത് സാധാരണക്കാരനായ ഒരു ജനമായാലും, അതായത് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണെങ്കിലും, ഇനി ഇന്ത്യൻ രാഷ്ട്രപതി ആണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള നിയമ സംഹിതയാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഫൈൻ. നൗ ദിസ് ഇസ് നോൺ ആസ് റൂൾ ഓഫ് ലോ. ഭരണഘടനയുടെ പരമാധികാരത്തെയാണ് നമ്മൾ ഇന്ത്യയിൽ എന്ത് പറയുന്നത്? നിയമവാഴ്ച എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലോ മീൻസ് നിയമവാഴ്ച. നിയമവാഴ്ചയാണ്, ഒരു നിയമത്തിന്റെ വാഴ്ച ഇന്ത്യയിലുണ്ട്. ആ നിയമം എന്താണ്? ആ നിയമമാണ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ പവർഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആരായാലും, രാഷ്ട്രപതി ആണെങ്കിലും, പ്രധാനമന്ത്രി ആണെങ്കിലും, സാധാരണ ഒരു പൗരനാണെങ്കിലും
എല്ലാവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ള ഒരു നിയമ സംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ആരും ഭരണഘടനയ്ക്ക് അതീതമല്ല എന്ന് പറഞ്ഞാൽ ആരും നാടിന്റെ നിയമ സംഹിതയ്ക്ക് അതീതരല്ല എന്നുള്ളതിനെയാണ് നമ്മൾ നിയമവാഴ്ച എന്ന് പറയുന്നത്. ഈ ആശയം, റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആശയം ബ്രേക്ക് ഡൗൺ ചെയ്തു തരുന്നത്, അതായത് ഈ ആശയത്തെ പറ്റി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് എഡ്വേർഡ് ഹൂക്ക് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മൊണ്ടസ്ക്യൂ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് റൂൾ ഓഫ് ലോയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആശയം ആദ്യമായി ക്രിസ്റ്റലൈസ് ചെയ്ത് തരുന്നത്, അതായത് ബ്രേക്ക് ഡൗൺ ചെയ്ത് വിശദീകരിച്ച് തരുന്നത് ഇൻഫാക്ട് ഒരു ബ്രിട്ടീഷ് നിയമവിദഗ്ധനായ A.V. ഡയസി. A.V. ഡയസി ആണ് നിയമവാഴ്ച എന്ന ആശയത്തെ പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ നിയമവാഴ്ച മീൻസ് ഇറ്റ് ഈസ് ദ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പരമാധികാരം ഭരണഘടനയ്ക്കാണ്, എന്നാൽ ബ്രിട്ടനിൽ അങ്ങനെയല്ല. ബ്രിട്ടനിൽ സുപ്രീമസി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രിട്ടനിൽ ഒരു ലിഖിത ഭരണഘടന ഇല്ല, അല്ലെ? എല്ലാ ദിവസവും ബ്രിട്ടനിലെ ഭരണഘടനയിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണഘടനയ്ക്ക് ഒരു സുപ്രീമസി കൊടുക്കാൻ പറ്റുമോ? ലോജിക്കലാണോ? ഇല്ല. കാരണം എല്ലാ ദിവസവും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാ ദിവസവും മാറുന്ന ഒരാൾക്ക് അൾട്ടിമേറ്റ് അധികാരം കൊടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ ദിവസവും നമ്മുടെ പ്രധാനമന്ത്രി മാറുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അൾട്ടിമേറ്റ് അധികാരം കൊടുക്കാൻ പറ്റുമോ? അപ്പം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അന്നത്തെ ദിവസം വരുന്നു, അദ്ദേഹം അന്നത്തെ ദിവസം എല്ലാം നാഷണലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം ഒരു ദിവസമേ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ 2 ദിവസമേ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റൂ, അതുകൊണ്ട് എല്ലാം നാഷണലൈസ് ചെയ്തേക്കാം, എല്ലാം പ്രൈവറ്റൈസ് ചെയ്തേക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ കാര്യം ഗുരുതരമാകും. അപ്പൊ ബ്രിട്ടനിൽ ഒരു ശാശ്വതമായ, അതായത് ഒരു ലിഖിത ഭരണഘടന ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടനിൽ പരമാധികാരം അത് പാർലമെന്റിനാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ് നോൺ ആസ് ദ മദർ ഓഫ് ദ പാർലമെന്റ് ഓഫ് ദ വേൾഡ്, അല്ലെ? പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. അതായത് പാർലമെന്ററി സംവിധാനം എന്ന് പറയുന്ന ആശയം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അത് ബ്രിട്ടനിൽ നിന്നാണ്. ഇപ്പൊ മദർ ഓഫ് ദ പാർലമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാർലമെന്റുകളുടെ മാതാവ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റ് ആണ്. ബ്രിട്ടനിൽ പരമാധികാരം പാർലമെന്റിനാണ്. അണ്ടർസ്റ്റാൻഡ്? ദ സുപ്രീം പവർ ഇൻ ബ്രിട്ടൻ ലൈസ് വിത്ത് ദ ബ്രിട്ടീഷ് പാർലമെന്റ്, വിച്ച് മീൻസ് ഈവൻ ദ ജുഡീഷ്യറി, ഇന്ത്യയിലെ സുപ്രീം കോടതി എന്ന് പറയുന്നത് പാർലമെന്റിനേക്കാൾ ശക്തമാണ്. പക്ഷെ ബ്രിട്ടനിൽ സുപ്രീം കോടതി ഒരിക്കലും പാർലമെന്റിനേക്കാൾ ശക്തമല്ല. ബ്രിട്ടനിലെ സുപ്രീം കോടതിക്ക് പാർലമെന്റ് ഒരു നിയമം പാസാക്കി കഴിഞ്ഞാൽ ആ നിയമം റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. There is no judicial review in British Constitution. ബ്രിട്ടീഷ് കോടതികൾക്ക് പാർലമെന്റ് ഒരു നിയമം പാസാക്കിയാൽ ആ നിയമത്തിനനുസൃതമായി മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കൂ. ആ നിയമം സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. ദാറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പൊ ബ്രിട്ടനിൽ പരമാധികാരം ആർക്കാണ്? ദാറ്റ് ലൈസ് വിത്ത് ദ പാർലമെന്റ്, ദ ബ്രിട്ടീഷ് പാർലമെന്റ്. അതായത് ബ്രിട്ടനിലെ ജുഡീഷ്യറിയേക്കാൾ ശക്തമായ സംവിധാനമാണ് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറയുന്നത്. സോ അടിസ്ഥാനപരമായി നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി നമ്മളുടെ ഭരണഘടനയെ പറ്റി അറിഞ്ഞിരിക്കുക. ജസ്റ്റ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ പാർലമെന്റ്, ദ ബ്രിട്ടീഷ് പാർലമെന്റ്. And we would discuss the coming areas in detail. Okay, so this is what you need to keep in mind. ഇപ്പൊ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ഒരു വിധിയിലല്ലേ പാർലമെന്റിന് മാറ്റം വരുത്താൻ പറ്റാത്തതുള്ളൂ? ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ഒരു വിധിയിലല്ലേ പാർലമെന്റിന് മാറ്റം വരുത്താൻ പറ്റാത്തതുള്ളൂ? ഇന്ത്യയിലെ സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാലും പാർലമെന്റിന് ആ വിധിയെ ബൈപ്പാസ് ചെയ്യാം. അതാണ് ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയുന്നത്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഡിവിഷൻ ഓഫ് പവർ, അധികാര വിഭജനമാണ്. അധികാര വിഭജനം ഉണ്ടെങ്കിൽ ജുഡീഷ്യറിയുടെ നിരീക്ഷണങ്ങളെയും പാർലമെന്റിന് ബൈപ്പാസ് ചെയ്യാം, അല്ലെ? പലപ്പോഴും ഭരണഘടനാ ഭേദഗതികൾ നടത്തിയിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1976 അല്ലെങ്കിൽ ഈ സ്വത്തവകാശം എന്ന് പറയുന്നത്, വിട്ടേക്കൂ, സ്വത്തവകാശം എന്ന് പറയുന്നത് ആദ്യം മൗലിക അവകാശമായിരുന്നു.
മൗലികാവകാശമാകുമ്പോൾ സ്വത്തവകാശത്തിന് പ്രാധാന്യമുണ്ടല്ലേ, ഒരു കാരണവശാലും അത് ലംഘിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ ഭൂമി ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞപ്പോൾ ഒന്നാമത്തെ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ 1978 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം എന്തല്ലാതെ ആക്കി മാറ്റി, മൗലികാവകാശം അല്ലാതാക്കി മാറ്റി. സുപ്രീം കോടതി പറഞ്ഞാൽ പാർലമെന്റിന് ബൈപ്പാസ് ചെയ്യാം, പാർലമെന്റ് പറഞ്ഞാൽ വീണ്ടും സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം, വീണ്ടും സുപ്രീം കോടതിക്ക് പാർലമെന്റിന്റെ ഭരണഘടനാ ഭേദഗതി റദ്ദ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ എല്ലാവർക്കും അധികാരമുണ്ട്, എന്നാൽ എല്ലാവരുടെയും അധികാരം പരസ്പരം പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എനി അതർ ഡൗട്ട്സ്? മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ? മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടെ, ആർ യു ഫീലിംഗ് കംഫർട്ടബിൾ വിത്ത് ദിസ് കൈൻഡ് ഓഫ് ലെക്ചറിങ്? ഇത് ഓക്കെ ആണോ? ഞാൻ ചോദിക്കുന്നത് മുഴുവൻ മലയാളമാക്കണം അല്ലെങ്കിൽ മുഴുവൻ ഇംഗ്ലീഷിലേക്ക് പോകണം അങ്ങനെയുള്ള അഭിപ്രായമുള്ള ആരും ഇല്ലല്ലോ അല്ലെ? ഈ ഒരു സ്റ്റൈൽ ഓക്കെ ആണല്ലോ? സ്പീഡും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയം, എന്തെങ്കിലും പ്രോബ്ലം എവിടെയെങ്കിലും ഫേസ് ചെയ്താൽ you should intimate me. Okay, intimidate me. There is no requirement of any kind of formalities, because you are the one who are investing the money and you have definitely the right to get quality lectures as well as the class. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ വെക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ഫേസ് ചെയ്താൽ നിങ്ങൾക്ക് എന്നോട് പറയാം. ഇനി എന്നോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കോർഡിനേറ്ററിനോടോ അനുദീപ് സാറിനോടോ സംസാരിക്കാം. അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട. മോശമായൊരു ക്ലാസ് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. ഓക്കെ, യെസ്, അനില ചോദിച്ചിട്ടുണ്ട്, നോ വൺ ഹാസ് ഹൂ ഹാസ് ദ സുപ്രീം പവർ ഇൻ ഇന്ത്യ സർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സി, ഇന്ത്യയിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഭരണഘടനയ്ക്കാണ് അധികാരം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ സുപ്രീം പവർ എന്ന് പറയുന്നത് ഭരണഘടനയ്ക്കാണ്. ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി മാത്രമേ സുപ്രീം കോടതിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ, പാർലമെന്റിന് പ്രവർത്തിക്കാൻ പറ്റൂ, രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ, പ്രധാനമന്ത്രിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പൊ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം സുപ്രീം കോടതി റദ്ദ് ചെയ്യണമെങ്കിൽ അതിനുള്ള അധികാരം നമ്മളുടെ ഭരണഘടന നൽകിയിട്ടുണ്ടായിരിക്കും. സുപ്രീം കോടതി പാസ്സാക്കിയിട്ടുള്ള ഒരു വിധിയെ മറികടക്കണം എന്നുണ്ടെങ്കിൽ പാർലമെന്റിന് അത് ചെയ്യാനുള്ള അധികാരം ഇവിടെ നൽകിയിട്ടുണ്ട്, അതും ഭരണഘടനയിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇവിടെ അധികാരി ഭരണഘടനയാണ്. ആ അധികാരം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഇന്നും നമ്മളുടെ രാജ്യം സ്വതന്ത്ര, പരമാധികാര, ജനാധിപത്യ, സ്ഥിതി സമത്വ റിപ്പബ്ലിക്കായി തുടരാനുണ്ടായ അല്ലെങ്കിൽ തുടരാനുള്ള കാരണങ്ങളിൽ ഒന്ന് നമ്മളുടെ ശക്തമായ ഭരണഘടനയാണ്. യു ജസ്റ്റ് ഇമാജിൻ അബൌട്ട് ദ നെയ്ബർ സ്റ്റേറ്റ്സ്. സേ ഫോർ എക്സാമ്പിൾ ദ പാകിസ്ഥാൻ, ദ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ ഇസ് എ ഫെയിൽഡ് സ്റ്റേറ്റ് അല്ലേ? അതുപോലെ നിങ്ങൾ മറ്റ് രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കോളൂ. നിങ്ങൾ യു ജസ്റ്റ് ഇമാജിൻ അബൌട്ട് ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഈവൻ നേപ്പാൾ. ഈ രാജ്യങ്ങളൊക്കെ പരാജയങ്ങളാണ്. ഈ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ നടുക്കാണ് ഇന്ത്യ. അതുകൊണ്ടാണ് ഇന്ത്യക്ക് വലിയൊരു മാർക്കറ്റ് ലഭ്യമല്ലാതാകുന്നതും. ഇന്ത്യയുടെ ഒരു പ്രൊഡക്ഷൻ കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് പർച്ചേസ് കപ്പാസിറ്റി എവിടെയില്ല? ഈ പറയുന്ന അയൽ രാജ്യങ്ങളിൽ ഇല്ല. അതായത് ഇന്ത്യയിലെ മാർക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യക്ക് വിപണി സാധ്യമാകുന്ന മാർക്കറ്റുകളിൽ ഉള്ള ജനങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സ് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺ വൈ ഇന്ത്യ ഇസ് നോട്ട് ഏബിൾ ടു എക്സ്പാൻഡ് in a pace which China or US has. So that is the reason, one of the reason. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് സുപ്രീം പവർ എന്ന് പറയുന്നത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പാർലമെന്റ് എന്ന് പറയാൻ പാടില്ല, പ്രസിഡന്റ് എന്ന് പറയാൻ പാടില്ല. You should not say that it is the Supreme Court of India. You should say that it is the Constitution of India. It is the Constitution of India. And there is wonderful balance of power. The legislature, executive, judiciary. Wonderful balance of power. Again, hats off to Dr. B.R. Ambedkar. Fine. Yes. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യാത്തത്? സി, ബ്രിട്ടീഷ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പാർലമെന്റ്, അതായത് ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പാർലമെന്റിന് അധികാരങ്ങൾ ഉണ്ടായിരിക്കും. ഇനി പാർലമെന്റിന്റെ മുകളിൽ ഒരു സിംബോളിക് ഹെഡ് ബ്രിട്ടനിലുണ്ട്. അതാണ് ബ്രിട്ടീഷ് ക്രൗൺ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവ്, രാജ്ഞി എന്ന് പറയുന്നത്.
അപ്പൊ അവരെ സംബന്ധിച്ച് ഈ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്ന് പറയുന്ന അത്രയും സീക്രഡ് ആയ ഒരു പദവിയാണ്. അവരൊരിക്കലും തെറ്റ് ചെയ്യില്ല എന്നാണ് ബ്രിട്ടനിൽ പറയുക. ദ കിങ് ഓർ ക്വീൻ ഡസ് നോട്ട് കമ്മിറ്റ് റോങ് എന്നാണ് പറയുക. അപ്പോ പക്ഷെ കിങ്ങിനോ ക്വീനോ പരമാധികാരം നൽകിക്കഴിഞ്ഞാൽ അത് ജനാധിപത്യം അല്ലാതായി മാറും. ജനാധിപത്യമാകണമെങ്കിൽ ഒരു നിയമനിർമ്മാണ സംവിധാനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പാർലമെന്റിന് അധികാരങ്ങൾ കൊടുത്തു. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർലമെന്റിന്റെ അധികാരങ്ങൾക്ക് ഒരു വിഘാതം സംഭവിക്കും. അപ്പോൾ പാർലമെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ദേ കൺസിഡർ ഇറ്റ് ആസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് ഇന്ത്യയിൽ പാർലമെന്റ് അല്ലെങ്കിൽ നിയമനിർമ്മാണ സംവിധാനം, അത് ഇന്ത്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും, നമ്മൾ വളരെ കാലം കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ഉള്ള അടിച്ചമർത്തലുകൾക്ക് ശേഷമാണ് ഈ സംവിധാനത്തിലേക്ക് വരുന്നത്. പക്ഷെ ബ്രിട്ടനെ സംബന്ധിച്ച് അത്തരം ഒരു പ്രശ്നമില്ല. അപ്പൊ അവർക്ക് ബ്രിട്ടീഷ് പാർലമെന്റിന് പരമാധികാരം കൊടുക്കുന്നതിൽ വലിയ വിയോജിപ്പ് ഉണ്ടെങ്കിൽ പോലും അത് പ്രകടമായി കാണിക്കണമെന്നില്ല. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിച്ചവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം, ആർക്കും മറികടക്കാൻ സാധിക്കാത്ത എന്നാൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്ന ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് തീരുമാനിക്കാനുള്ള കാരണം അതാണ്. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ദെൻ സർ, ബ്രിട്ടീഷ് കോർട്ടിന് ജുഡീഷ്യൽ റിവ്യൂവിനുള്ള പവർ ഇല്ലേ? അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? അതൊന്ന് ക്ലിയർ ചെയ്യാമോ? ബ്രിട്ടീഷ് കോടതിക്ക് നമ്മളത് ഡെഫിനറ്റ്ലി നമ്മളത് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ബ്രിട്ടീഷ് ജുഡീഷ്യറിക്ക് ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അധികാരം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം ബ്രിട്ടീഷ് ജുഡീഷ്യറിക്ക് റദ്ദ് ചെയ്യാൻ സാധിക്കില്ല. ആ നിയമം വ്യാഖ്യാനിക്കാം, പക്ഷെ ആ നിയമം റദ്ദ് ചെയ്യാൻ ജുഡീഷ്യറിക്ക് സാധിക്കില്ല. അതാണ് നമ്മൾ പാർലമെന്ററി സോവറിനിറ്റി അല്ലെങ്കിൽ പാർലമെന്ററി പരമാധികാരം എന്ന് പറയുന്നത്. Again, ഒരാൾ ചോദിച്ചിട്ടുണ്ട്, സുപ്രീം കോർട്ട് ഓർ പാർലമെന്റ് വിച്ച് ഹാസ് മോർ പവർ ഇൻ ഇന്ത്യ ഷുഡ് ബി ഡിസൈഡഡ്. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ബാലൻസ് ഓഫ് പവർ. ഗവൺമെന്റിന് 3 ഓർഗൻസ് ആണുള്ളത്. 3 ഓർഗൻസിൽ എക്സിക്യൂട്ടീവ് ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇവർ തമ്മിൽ ബാലൻസ് ഓഫ് പവർ ആണുള്ളത്. അതിൽ ആരാണ് കൂടുതൽ അധികാരി, ആർക്കാണ് കൂടുതൽ അധികാരം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഈ 3 സിസ്റ്റം കൂടി ചേരുമ്പോഴാണ് ഒരു ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത്, ഒരു ജനാധിപത്യം രൂപീകരിക്കപ്പെടുന്നത്. യെസ് സർ, അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ പീപ്പിൾ പരമാധികാരി എന്നല്ലേ? അക്കോർഡിംഗ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ they doesn't say that the supreme power lies with the people. പക്ഷെ ഡെമോക്രസി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭരണഘടന പറയുകയാണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ അധികാരങ്ങളൊക്കെ ഉപയോഗിച്ചോ എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ ആരാണ് അതിലെ അധികാരി? ആരാണ്? ഞാനല്ലേ നിങ്ങൾക്ക് അധികാരം തരുന്നത്. ഈ അധികാരങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചോളാൻ പറയുകയാണ്. അതിന്റെ അർത്ഥം സുപ്രീം പവർ ആർക്കാണെന്നാണ്. ദ പവർ ലൈസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അർത്ഥം. ബട്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഗോട്ട് ദ പവർ ഫ്രം ദ പീപ്പിൾ അഗെയിൻ. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ്, അല്ലെ, ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നാണ് ഭരണഘടനയ്ക്ക് അധികാരം ലഭിച്ചത്. 1949 നവംബർ 26 ഭരണഘടനയായി പിന്നീട് അങ്ങോട്ട് സുപ്രീം. Now it is the constitution which provides the power to the parliament, the judiciary and the rest of the organs. That is how the system of India is. Sir, people answer പറഞ്ഞത് എന്തായിരുന്നു? People answer പറഞ്ഞത് ഇത്രയായിരുന്നു. അതിനകത്ത് സംശയത്തിനൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ പരമാധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറയാം നമ്മളൊരു ജനാധിപത്യമാണ്, അതുകൊണ്ട് പരമാധികാരം ജനങ്ങൾക്കാണ് എന്ന് പറയാം. കാരണം നമ്മളുടെ ജനങ്ങളാണ് നമ്മളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ ജനങ്ങളാണ്, അല്ലെങ്കിൽ ആ ജനങ്ങളുടെ പ്രതിനിധികളാണ് നമ്മളെല്ലാവരും ഒരു ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകൂ എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. സോ അറ്റ് ദ സെയിം time you can say that it is the constitution of India, at the same time it is the people of India. കാരണം ജനങ്ങൾക്ക് അധികാരം ഭരണഘടന കൊടുക്കുന്നുണ്ട്, ഭരണഘടനയ്ക്ക് അതിനുള്ള അധികാരം ജനങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇന്റർചേഞ്ചബിളി യു ക്യാൻ യൂസ് ദീസ് 2 ideas. ഒരേ സമയം 2 ഓപ്ഷനും നിങ്ങളുടെ ആൻസറിൽ അല്ലെങ്കിൽ ആൻസർ പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കില്ല.
Okay. Okay, yes, fine. Okay. Now just ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. That is regarding the 3 different terms. നിങ്ങൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട 3 വാക്കുകൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട 3 വാക്കുകൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും കേൾക്കാറുണ്ട് അല്ലേ? സേ ഫോർ എക്സാമ്പിൾ പാർട്സ് എന്ന് കേൾക്കാറുണ്ട്, ഭാഗങ്ങൾ എന്ന് കേൾക്കും. അതേസമയം യു വുഡ് ഡെഫിനറ്റ്ലി ബി ഹിയറിംഗ് അബൌട്ട് ആർട്ടിക്കിൾസ് എന്ന് കേൾക്കും അല്ലെ? ആർട്ടിക്കിൾസ് എന്ന് കേൾക്കാറുണ്ട്. ഷെഡ്യൂൾസ് എന്നും കേൾക്കും അല്ലെ? ഷെഡ്യൂൾസ് എന്നും കേൾക്കും. അപ്പൊ നമ്മള് കുറെ പേരെങ്കിലും ചിലപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എത്രാമത്തെ ഷെഡ്യൂൾ, എത്രാമത്തെ ഭാഗം എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് കാണാതെ പഠിച്ചിട്ട് പോകുകയായിരിക്കും സാധാരണഗതിയിൽ ചെയ്യുക. Now let me be more clear about that. എന്താണ് പാർട്സ്, എന്താണ് ആർട്ടിക്കിൾസ്, എന്താണ് ഷെഡ്യൂൾസ് എന്ന് നമുക്ക് നോക്കാം. Now see, പാർട്സ് അല്ലെങ്കിൽ ഭാഗം എന്നാണ് പറയുക. മലയാളത്തിൽ ഭാഗം എന്ന് പറയും. ആർട്ടിക്കിൾസിനെ നമ്മൾ അനുച്ഛേദം എന്നാണ് പറയുക, അനുച്ഛേദം എന്ന് പറയും. ഷെഡ്യൂൾസിനെ നമ്മൾ പട്ടിക എന്നാണ് പറയുക. ഓക്കെ, ഷെഡ്യൂൾസ് പട്ടിക എന്നാണ് പറയുക. ഫൈൻ, യെസ്. അപ്പൊ ഭാഗം, അനുച്ഛേദം, പട്ടിക. വെരി ഗുഡ്. നൗ എന്താണ് ഭാഗം, എന്താണ് അനുച്ഛേദം, എന്താണ് പട്ടിക? ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പഠനം ആരംഭിക്കാൻ. സി ദിസ് പ്യുവർലി കംസ് ഇൻ റിലേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. Now this is what our syllabus is. Indian Constitution ആണ് നമ്മുടെ സിലബസ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്താണ് ഭാഗം എന്ന് പറഞ്ഞാൽ? പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ. ഇപ്പൊ നമ്മൾ NCERT അല്ലെങ്കിൽ SCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററിനെ നമ്മൾക്ക് ഭാഗം എന്ന് കമ്പയർ ചെയ്യാം. ഓക്കെ, ഒരു ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടൈറ്റിൽ കാണാം അല്ലെ? സേ ഫോർ എക്സാമ്പിൾ ആറ്റംസ്, ന്യൂക്ലിയസ്, മാറ്റർ എന്നൊക്കെ പറയുന്ന ഓരോ ടൈറ്റിൽസ് കാണാം. സോ ദീസ് ഓൾ തിങ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് എ ചാപ്റ്റർ. അപ്പൊ അതുപോലെ നമ്മുടെ ഭരണഘടനയില് ഓരോ ടൈറ്റിലുകളാണ്, ഓരോ മൊഡ്യൂളുകളാണ് നമ്മൾ പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, പാർട്സ് എന്ന് പറയുന്നത്. യെസ്, എക്സാക്ട്ലി. ഇൻഡെക്സിലാണ് ഈ പാർട്സിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുക. പക്ഷെ ഈ പാർട്സ്, ആ ടൈറ്റിൽ മാത്രം അറിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണം എന്തെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. നിങ്ങൾക്ക് ഈ പറയുന്ന പാർട്ടിന്റെ വിശദീകരണം അറിയണം അല്ലെ? സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ മാത്രം കണ്ടതുകൊണ്ട് എന്താണ് സോളാർ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ലഭിക്കണ്ടേ? എക്സ്പ്ലനേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വായിക്കണം? യു ഷുഡ് റീഡ് ദ ആർട്ടിക്കിൾസ്. അപ്പൊ പാർട്സിന്റെ എക്സ്പ്ലനേഷൻ യു വുഡ് ഗെറ്റ് ഇറ്റ് ഫ്രം റീഡിംഗ് ആർട്ടിക്കിൾസ്. നൗ പ്രധാനപ്പെട്ട ചില ആർട്ടിക്കിൾസിന്റെ ലിസ്റ്റുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസിന്റെ സബ്ജക്റ്റ് പരാമർശിക്കുന്ന ചില ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഷെഡ്യൂൾസിൽ നിന്നും ലഭിക്കും. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ പറയുമ്പോൾ യു വുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മോർ ബെറ്റർ. സേ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് പാർട്ട് 1 എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ടൈറ്റിൽ, ഇൻഡെക്സിൽ നിങ്ങൾ കാണുക എങ്ങനെയായിരിക്കും? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ഇന്ത്യൻ യൂണിയനും അതിന്റെ ഭൂപ്രദേശങ്ങളും എന്നായിരിക്കും കാണാം. യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്. ഇന്ത്യൻ യൂണിയനും അതിന്റെ ഭൂപ്രദേശങ്ങളും എന്നാണ് കാണുക. ഇതാണ് പാർട്ട് 1 അല്ലെ? അപ്പൊ ഈ ഇൻഡെക്സ് ഇങ്ങനെ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം മനസ്സിലാകുമോ? ഇന്ത്യൻ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഡോണ്ട് നോ. പക്ഷെ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ യൂണിയന്റെ ഭാഗമായിട്ട് വരും, ഏതെല്ലാം പ്രദേശങ്ങൾ നമ്മളുടെ ടെറിട്ടറി ആയിട്ട് വരും, നമ്മളുടെ ഭൂപ്രദേശമായി നമ്മൾ പരിഗണിക്കും. ആര് പരിഗണിക്കും? ഭരണഘടന പരിഗണിക്കും. ഇത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് വായിക്കണം? യു ഷുഡ് റീഡ് ആർട്ടിക്കിൾ നമ്പർ 1 to 4. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ നിങ്ങൾ ഭരണഘടനയിൽ വായിക്കണം. അപ്പൊ ഭരണഘടനയിലെ 1 മുതൽ 4 വരെയുള്ള അനുച്ഛേദങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകും? എന്താണ് ഒന്നാമത്തെ ഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്ന യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുകയാണ്, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ? ഫസ്റ്റ് ആർട്ടിക്കിൾ ഇപ്പോ വളരെ പോപ്പുലർ ആയി നിൽക്കുന്ന ആർട്ടിക്കിൾ ആണ്.
ഫസ്റ്റ് ആർട്ടിക്കിൾ പറയാണ് ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നു അല്ലെ. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത്, ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുക അല്ലെ. ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭാരതം, അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് ഇന്ത്യ സ്റ്റേറ്റ്സിന്റെ യൂണിയൻ ആണ് എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ. പക്ഷെ ഈ ഒന്നാമത്തെ ആർട്ടിക്കിൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആവുന്നില്ല. ഒരു കാര്യം ക്ലിയർ ആണ്, നമ്മളുടെ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നും അതേസമയം ഭാരതം എന്നുമാണ്. അതുപോലെ എന്താണ് നമ്മളുടെ പൊളിറ്റിയുടെ നേച്ചർ, യൂണിയൻ ആണോ, ഫെഡറേഷൻ ആണോ, ക്വാസി ഫെഡറൽ എന്ന് പറയുന്ന സംവിധാനമാണോ എന്നുള്ള കാര്യവും നമ്മൾക്ക് ഒന്നാമത്തെ അനുച്ഛേദത്തിൽ നിന്ന് അല്ലെങ്കിൽ ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ് ഈ സ്റ്റേറ്റുകൾ? ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? ആ സ്റ്റേറ്റിന്റെ അതിർത്തി ഏതാണ്? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ? അത് മനസ്സിലാകണമെങ്കിൽ യു ഷുഡ് ഗോ ഫോർ ഷെഡ്യൂൾ നമ്പർ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഒന്നാമത്തെ ഷെഡ്യൂൾ പോയി വായിക്കുക. അപ്പൊ ഒന്നാമത്തെ ഷെഡ്യൂൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്, അവയുടെ ടെറിട്ടറി ഏതെല്ലാമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ യു ഷുഡ് റീഡ് ദ ഫസ്റ്റ് ഷെഡ്യൂൾ. അപ്പോ ആൽഫബറ്റിക്കൽ ഓർഡറിൽ യു വുഡ് ഗെറ്റ് ദ സ്റ്റേറ്റ്സ് mentioned in the list which is known as the schedule. So the first schedule. Okay, അപ്പൊ ഈ ഫസ്റ്റ് ഷെഡ്യൂളിൽ നിങ്ങൾക്ക് എത്ര സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ, എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഷെഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. And this is the foundation which you need to understand regarding the constitution. So ഭാഗം ഇൻഡെക്സ് ആണ്, ടൈറ്റിൽ ആണ്, ആർട്ടിക്കിൾസ് ടൈറ്റിലിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്, പ്രധാനപ്പെട്ട ടൈറ്റിലുകളുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളുടെ ഫർദർ ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുക? ഷെഡ്യൂളിൽ നിന്ന് ലഭിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് 3 കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഇനി നമ്മൾക്ക് ആമുഖമായിട്ടൊന്നും പറയാനില്ല. വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഫസ്റ്റ് salient feature of the Indian Constitution. But before that, നമുക്കറിയാം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്വാഭാവികമായും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മളുടെ ഭരണഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സംഭവിക്കുന്നത് 1976 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അല്ലെ. ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്ത് രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ച് പാർലമെന്റിൽ പരമാധികാരം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ആളായിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി 42ാമത് ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കുന്നു. ഈ 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ തലങ്ങും വിലങ്ങും വെട്ടിമുറിച്ചു എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരുപാട് ഘടകങ്ങളിൽ വ്യത്യാസം വരുത്തുന്ന ഒരു ഭേദഗതിയായിരുന്നു 42ാമത് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് നമ്മൾ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ടാണ് സർ ഈ 42ാമത് ഭരണഘടനാ ഭേദഗതിയെ പറ്റി മാത്രം പറയുന്നത്? ഈ 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു അല്ലെ. അതിനുശേഷം സ്വാഭാവികമായും 44ാമത് ഭരണഘടനാ ഭേദഗതിയിൽ കൊണ്ടുവന്ന മാറ്റങ്ങളിൽ ഒരുപാട് റിവേഴ്സൽ ഉണ്ടായി അല്ലെ. 42ാമത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന മാറ്റങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും മൊറാർജി ദേശായി വന്ന് പഴയപടിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, കുറച്ചുകൂടി ജനാധിപത്യപരമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ലഭിക്കും. അപ്പൊ ഈ പാർലമെന്റില് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതിക്കേറ്റ ഒരു തിരിച്ചടിയായിരുന്നു യഥാർത്ഥത്തിൽ 1973 സുപ്രീം കോടതി പറഞ്ഞ ഒരു ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റ് ആണ് നമ്മൾ പ്രശസ്തമായ കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റ്.
അപ്പൊ ഇപ്പോൾ അതിന്റെ ഒരു ഏകദേശം 50 വർഷമൊക്കെ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. അപ്പൊ ഈ കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റിൽ കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റിൽ നമ്മുടെ സുപ്രീം കോടതി പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം നടത്തി. സുപ്രീം കോടതി പറഞ്ഞു, ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ചില അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ഭേദഗതി വരുത്താൻ സാധിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് തൊട്ട് കളിക്കാൻ സാധിക്കില്ല. ഒരു കാരണവശാലും ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനെ, ഇന്ത്യൻ ഭരണഘടനയുടെ എസൻസിനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുകയുണ്ടായി. അപ്പൊ ആ ജഡ്ജ്മെന്റ് ആണ് യഥാർത്ഥത്തിൽ കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. സോ ഇന്ത്യൻ ഭരണഘടന ഭേദഗതിക്ക് വിധേയമാണ്. യു വുഡ് ബി ഏബിൾ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹൂ ക്യാൻ അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ദ പാർലമെന്റ് ക്യാൻ ഡു ദാറ്റ്, അല്ലെ? ആർക്കാണ് ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കുക? ഭരണഘടന ഭേദഗതി ചെയ്യാൻ സാധിക്കുക ഒഫീഷ്യലി പാർലമെന്റിന് മാത്രമാണ്. അൺഒഫീഷ്യലി സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിക്ക് ചില വ്യാഖ്യാനങ്ങൾ നടത്താം. പക്ഷെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കും, which office or which entity in India is authorized to amend the Constitution of India? The answer is the Parliament of India. പാർലമെന്റിന് മാത്രമാണ് ഭരണഘടന ഔദ്യോഗികമായി ഭേദഗതി ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ഭരണഘടന തന്നെ പറയുകയാണ്, പാർലമെന്റ് നിങ്ങൾക്ക് എന്നെ ഭേദഗതി ചെയ്യാം, പക്ഷെ എന്നെ ഭേദഗതി ചെയ്യുമ്പോൾ എങ്ങനെ ഭേദഗതി ചെയ്യണം എന്നുള്ള കാര്യവും ഞാൻ ഇവിടെ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതുപോലെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂ? എന്നെ ഭേദഗതി ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ഞാനിത് പറയാൻ കാരണം, ഈ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാമെന്ന് പറയുമ്പോൾ, സേ ഫോർ എക്സാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണിത്, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വെട്ടും തിരുത്തും പാർലമെന്റിന് നടത്താം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം തോന്നും, സർ പാർലമെന്റിനല്ലേ അപ്പൊ കൂടുതൽ അധികാരം? ആണോ? പാർലമെന്റിനാണോ കൂടുതൽ അധികാരം? ഭരണഘടന എങ്ങനെ വേണമെങ്കിലും പാർലമെന്റിന് ഭേദഗതി ചെയ്യാം എന്ന് പറയുമ്പോൾ പാർലമെന്റിനാണോ കൂടുതൽ അധികാരം? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. പാർലമെന്റും സുപ്രീം കോടതിയും എല്ലാം ഈ ഭരണഘടനയ്ക്ക് വിധേയമാണ്. കാരണം ഭരണഘടനയാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയോട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എന്നെ വ്യാഖ്യാനിക്കാം, നിങ്ങൾക്ക് എന്നെ ഭേദഗതി ചെയ്തുകൊണ്ട് പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമം റദ്ദ് ചെയ്യാം, പാർലമെന്റിന് വേണമെങ്കിൽ എന്നെ ഭേദഗതി ചെയ്യാം. എങ്ങനെ ഭേദഗതി ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. അൾട്ടിമേറ്റ്ലി അതോറിറ്റി ആർക്കാണ്? ഇറ്റ് ഈസ് lying with the Constitution of India. So that is how you need to understand the subject. Ultimately, ഭരണഘടനയ്ക്കാണ് നമ്മുടെ രാജ്യത്തെ പരമാധികാരം എന്ന് പറയുന്നത്. It is from the Constitution of India. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുമാണ് ജനങ്ങൾക്കും പാർലമെന്റിനും സുപ്രീം കോടതിക്കും ഒക്കെ അധികാരം ലഭിക്കുന്നത്. ഇപ്പോൾ എവിടെ നിന്നാണ്? അത് നമ്മുടെ ഭരണഘടനയിൽ നിന്നാണ്. അപ്പൊ ആ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ അടിസ്ഥാന ഘടനയിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റ് ആയിരുന്നു കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റ് ഓഫ് 1973 എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ ബേസിക് സ്ട്രക്ചർ എന്താണ് എന്ന് അന്ന് സുപ്രീം കോടതി പറഞ്ഞില്ല. സുപ്രീം കോടതി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സേ ഫോർ എക്സാമ്പിൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഭരണഘടനയുടെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ്. അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പാർലമെന്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആക്ഷനുകളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരു തർക്കം ഉണ്ടാകുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങൾ ക്ലാരിഫൈ ചെയ്യാം എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ മുഴുവൻ ലിസ്റ്റും സുപ്രീം കോടതി അന്ന് പറഞ്ഞില്ല. പക്ഷെ കാലക്രമേണ സുപ്രീം കോടതി എന്ത് പറഞ്ഞു? പല കാര്യങ്ങളും നമ്മളുടെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമാണ്, ഇതിൽ ഒരു കാരണവശാലും തൊട്ട് കളിക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. സേ ഫോർ എക്സാമ്പിൾ ഫെഡറലിസം, ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥകൾ. അതുപോലെ സേ ഫോർ എക്സാമ്പിൾ അനദർ എക്സാമ്പിൾ ഇസ് സമത്വത്തിനുള്ള അവകാശം, സെക്യുലാരിസം. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് എന്ന് പിന്നീട് സുപ്രീം കോടതി പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് അതുപോലെ സ്വതന്ത്ര ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയാണ് എന്ന് സുപ്രീം കോടതി പല ജഡ്ജ്മെന്റുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ വി വുഡ് കം ടു ദാറ്റ്. അത് ആ പോയിന്റുകൾ നമ്മൾ പറയുമ്പോൾ എന്തെല്ലാം സുപ്രീം കോടതി ഏത് കേസിൽ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറയാം.
ഇപ്പോൾ നമ്മൾ ഏതായാലും നമ്മളുടെ ഭരണഘടനയുടെ ഒരു പൊതു സ്വഭാവത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. യെസ്, ആർട്ടിക്കിൾ 50 ബേസിക് സ്ട്രക്ചർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഫിനറ്റ്ലി DPSP-യിലേക്കൊക്കെ നമ്മൾ വരാൻ പോകുകയാണ്. ബട്ട് ദിസ് ഇസ് വാട്ട് യു നീഡ് ടു കീപ് ഇൻ മൈൻഡ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് supposed to be amended. Who can amend the constitution? Sir, the parliament can amend the constitution. But does it make the parliament superior over the constitution? No, because the source of power to the parliament lies with the constitution of India. The judiciary can interpret the constitution. Sir, so does that make the judiciary superior to the constitution? No. The judicial review, the power to review the constitutional amendment even lies with the Supreme Court, and the source lies with the Constitution of India. അപ്പൊ എല്ലാവർക്കും അധികാരത്തിനുള്ള ഉത്ഭവം അല്ലെങ്കിൽ അധികാരം എന്ന ആശയത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണ്? അത് ഭരണഘടനയിൽ നിന്നാണ്. ഒരു കാരണവശാലും പാർലമെന്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല, അടിസ്ഥാന പ്രമാണത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. Now, the first salient feature of the Indian Constitution, that is the lengthiest written constitution, the first one. Okay. കേശവാനന്ദ ഭാരതി കേസ് ജഡ്ജ്മെന്റ് അഗെയിൻ അത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരുപാട് കേസുകളുടെ ഒരു കൾമിനേഷൻ ആണ്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 20-21 അല്ലെങ്കിൽ 25 മിനിറ്റ് സമയം കേശവാനന്ദ ഭാരതി കേസിന്റെ ജഡ്ജ്മെന്റിന് തന്നെ സ്വാഭാവികമായിട്ടും വേണ്ടി വരും, അത് പറയാൻ തന്നെ. അപ്പൊ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഏതായാലും അത്തരം ഒരു ജഡ്ജ്മെന്റ് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാം. ജഡ്ജ്മെന്റ് ഒന്നും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ബിക്കോസ് യു ആർ നോട്ട് പ്രിപ്പയറിംഗ് ഫോർ ലോ. നിയമം പഠിക്കാൻ പോകുന്ന ആൾക്കാരല്ല നിങ്ങൾ. അപ്പോൾ ജഡ്ജ്മെന്റ് ഒന്നും അങ്ങനെ എഴുതാൻ പറയില്ല. പക്ഷെ ബേസിക്കലി ഞാനൊരു ഐഡിയ തരാമെന്ന് ഇപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ തരാം. അതായത് ഈ സ്വത്തവകാശം എന്ന് പറയുന്നത് ഒരു മൗലികാവകാശമായിരുന്നു നമ്മുടെ ഒറിജിനൽ ഭരണഘടനയിൽ. അതായത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല, ആ അവകാശം നിഷേധിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളുടെ രാജ്യത്ത് ഒരുപാട് ഈ പ്രമാണിമാരുണ്ടായിരുന്നു, അതായത് ഭൂ ഉടമകൾ ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ ഇപ്പൊ ജമീൻദാർസ് എന്നൊക്കെ പറയുന്ന ലാൻഡ് ലോഡ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ പ്രഭുക്കന്മാരെന്ന് പറയുന്നത് പോലെ ലാൻഡ് ലോഡ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവരുടെ കയ്യിലായിരുന്നു ഭൂമി. അപ്പൊ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ രാജ്യത്ത് വികസനം ഉണ്ടാകുമോ? എല്ലാത്തിനും ഭൂമി വേണം അല്ലെ? ഈ പാർപ്പിടം ഇല്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഭൂമി വേണം, റോഡ് പണിയാൻ ഭൂമി വേണം, ഡാം പണിയാൻ ഭൂമി വേണം, മറ്റ് പ്രൊജക്റ്റുകൾ, വലിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാൻ ഭൂമി വേണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഭൂമി വേണം, വലിയ ഷോപ്പിംഗ് മോൾസ് പണിയാൻ ഭൂമി വേണം, മെട്രോ പണിയാൻ ഭൂമി വേണം, കേരയിൽ കൊണ്ടുവരണമെങ്കിൽ ഭൂമി വേണം, റെയിൽവേ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഭൂമി വേണം. ഇതിന് എല്ലാത്തിനും ഭൂമി വേണം. അപ്പൊ ഈ ഭൂ ഉടമകൾ അവരുടെ കുത്തകയാക്കി ഭൂമിയെ കൈവശം വെച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കി വെച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ സമയത്ത് നമ്മളുടെ സ്റ്റേറ്റ്, അതായത് ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നോ ആ സമയത്ത് ഈ ഭൂ ഉടമ സുപ്രീം കോടതിയെ സമീപിക്കും. സുപ്രീം കോടതിയോട് പറയും, സർ, എന്റെ മൗലികാവകാശമാണ് എന്ത് സ്വത്തവകാശം എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് എന്റെ അനുവാദമില്ലാതെ എന്റെ സ്വത്ത് ഏറ്റെടുക്കാൻ പോകുന്നു, അതുകൊണ്ട് എന്റെ മൗലികാവകാശം എനിക്ക് തിരിച്ചു തരണം. സുപ്രീം കോടതി പറയും, ഗവൺമെന്റിനോട് പറയും, റീഎസ്റ്റാബ്ലിഷ് ദ ഫണ്ടമെന്റൽ റൈറ്റ് വിച്ച് ഇസ് വയലേറ്റഡ്. അയാളുടെ മൗലികാവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് തിരിച്ചു നൽകുക എന്ന് പറയും. അപ്പൊ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഗവൺമെന്റിന് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോ ഈ കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി കാസർഗോഡ് ഒരു മഠ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതിയുടെ മഠത്തിന്റെ ഭൂപ്രദേശം അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കാൻ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗമായി ഉണ്ടാവുകയും, അപ്പം എഡ്മീർ മഠം അല്ലെ? യെസ് എക്സാക്ട്. അപ്പോ ആ മഠത്തിന്റെ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരു പരിപാടി ആരംഭിക്കുകയും ഈ കേശവാനന്ദ ഭാരതി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. അപ്പൊ സുപ്രീം കോടതി യഥാർത്ഥത്തിൽ കേശവാനന്ദ ഭാരതി അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോഴാണ് സുപ്രീം കോടതി ആദ്യമായി ഭൂ അവകാശം അല്ലെങ്കിൽ സ്വത്തവകാശം എന്ന് പറയുന്നതിൽ ഒരു റിലാക്സേഷൻ, അതൊരു മൗലികാവകാശമാണെങ്കിൽ പോലും അവിടെ ജനങ്ങളുടെ ക്ഷേമം
ജനങ്ങളുടെ ക്ഷേമത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അതിലൊരു റിലാക്സേഷൻ വേണം എന്ന് ഒരു ജഡ്ജ്മെന്റ് പറയുകയാണ്. അങ്ങനെ ഈ കേശവാനന്ദ ഭാരതി ആ ജഡ്ജ്മെന്റിൽ പരാജയപ്പെട്ടു, ആ കേസിൽ കേശവാനന്ദ ഭാരതി പരാജയപ്പെട്ടു. അപ്പൊ അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തവരാണ് കേശവാനന്ദ ഭാരതി നമ്മളുടെ ഭരണഘടനയുടെ സംരക്ഷകനായി മാറി എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോസിന് വേണ്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിലാണ് ആ കേസ് അറിയപ്പെടുന്നതെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു പരാമർശം സുപ്രീം കോടതി നടത്തി. അതായത് ജനങ്ങളുടെ ക്ഷേമമാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ സ്വത്തവകാശത്തിൽ ചില വിട്ടുവീഴ്ചകൾ വരുത്താം എന്നൊരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗമായി ഉണ്ടായി. അപ്പൊ അതേ കേസിൽ സുപ്രീം കോടതി അവസാനം ഒരു പരാമർശം കൂടി നടത്തുന്നു. ആ നടത്തുന്ന പരാമർശം ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യണമെങ്കിൽ ഭേദഗതി ചെയ്യാം. അതായത് ഇനിയിപ്പോ ഭാവിയിൽ നിങ്ങൾക്ക് സ്വത്തവകാശം മാറ്റി വേറെ ഏതെങ്കിലും അവകാശം കൂട്ടിച്ചേർക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് എടുത്ത് മാറ്റണമെങ്കിലോ ഒക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണ്? ആ കണ്ടീഷൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണത്തിൽ തൊട്ടുകളിക്കാൻ പാടില്ല. ഇതാണ് ഇതിന്റെ ഒരു എസെൻസ് കേട്ടോ. അപ്പൊ ആ ഒരു എസെൻസ് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, യെസ്, ഞാൻ പറയാം. അജീഷ്, ഐ ടെൽ യു ഈ ഫണ്ടമെന്റൽ റൈറ്റ് DPSP കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമ്മൾ ഇതുവരെ ആദ്യത്തെ സെലിയൻ ഫീച്ചർ പറഞ്ഞില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇറ്റ് ഇസ് 40 മിനിറ്റ്സ് ആയി. നമ്മൾ 40 മിനിറ്റ്സ് അല്ല, അതിൽ കൂടുതലായി അല്ലെ, 1.5 മണിക്കൂർ ആകാറായി. നമ്മൾ ആദ്യത്തെ സെലിയൻ ഫീച്ചർ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ഈ സെലിയൻ ഫീച്ചർ എന്ന് പറയുന്ന ഭാഗം കുറച്ചെങ്കിലും എടുത്ത് തീർക്കണം എന്നാണ് വിചാരിച്ചത്. ബട്ട് അഗെയിൻ നമ്മളുടെ ക്ലാസിന്റെ അപ്രോച്ച് അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും സമയം എടുക്കുന്നത്. ബിക്കോസ് ദ ഫൗണ്ടേഷൻ ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും സമയം എടുത്ത് തന്നെ മുന്നോട്ട് പോകുന്നത്. യെസ്, സോ കമ്മിങ് ടു ദ ഫസ്റ്റ് സെലിയൻ ഫീച്ചർ. യെസ്, ബെരുബാരി കേസ്. അഗെയിൻ ബെരുബാരി കേസ് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിന്റെ ഭാഗമല്ല ആക്ച്വലി. കാരണം അത് നിങ്ങൾ പഠിക്കേണ്ടത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്ന് പറയുന്ന ഭാഗത്താണ്. അത് KSന്റെ സിലബസിൽ ഇല്ല. സോ അതിന്റെ ഒരു സ്കോപ്പ് എങ്ങനെയാണ്? ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് യു ആൻ ഐഡിയ. ബെരുബാരി യൂണിയൻ കേസ് അമെൻമെന്റ് എന്ന് പറയുന്ന ഭാഗം പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് യു ആൻ ഐഡിയ. ബട്ട് പ്രിഡോമിനന്റ്ലി അത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്ന് പറയുന്ന ഭാഗത്താണ് ആ ചോദ്യം ചോദിക്കുക. ജഡ്ജ്മെന്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കോടതി ജഡ്ജ്മെന്റ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ജഡ്ജ്മെന്റിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നിരീക്ഷണം ജസ്റ്റ് പഠിച്ചു വെക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ കേശവാനന്ദ ഭാരതി കേസിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് കാര്യങ്ങൾ ഇതാണ്: അടിസ്ഥാന ഘടന എന്നുള്ളതാണ്. യെസ്, കമ്മിങ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ salient feature എന്ന് പറയുന്നത് this is the written or the lengthiest written constitution in the world. ലോകത്തിലെ തന്നെ ഏറ്റവും സമഗ്രമായി എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഭൂപ്രദേശ സംബന്ധമായ കാരണമാണ് ഒന്നാമത്തത്. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ആണ്. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഇൻ ദ സെൻസ് നമുക്കറിയാം നമ്മളുടെ രാജ്യത്തെ വൈവിധ്യം എങ്ങനെയാണെന്നുള്ളത് അല്ലെ. അപ്പൊ ഈ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നോർത്ത് ഈസ്റ്റിലുള്ള ട്രൈബൽ പോപ്പുലേഷന് വേണ്ടി നമ്മൾ പ്രത്യേക പ്രൊവിഷൻസ് നമ്മളുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അതുപോലെ പ്രത്യേക സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രൊവിഷൻസ് നമ്മളുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായും നമ്മളുടെ ഭരണഘടനയുടെ ഒരു ലെങ്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണമാകും. സോ ദ ഡൈവേഴ്സിറ്റി ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫി, ഈവൻ ദ ലാംഗ്വേജ്, isn't it? So everything will contribute to the geographical factors. ഭൂപ്രദേശ സംബന്ധമായ കാര്യങ്ങൾ, പ്രാദേശിക സംബന്ധമായ വൈവിധ്യങ്ങൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഭരണഘടന എഴുതപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തെ നമ്മളുടെ ഭരണഘടനയുടെ ദൈർഘ്യം വർദ്ധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് it is the lengthiest or it is the geographical factors which contributed for the lengthy written constitution of India. Now the second one is the historical factors. Definitely ചരിത്രപരമായ കാരണങ്ങളാണ്. ഉദാഹരണമായി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് നമ്മളുടെ ഭരണഘടനയിലെ 70% നമ്മൾ കടമെടുത്തിട്ടുള്ളത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ശതമാന കണക്കൊന്നും അല്ല പറയുന്നത്. ഓൾമോസ്റ്റ് 60 to 70%, ഓൾമോസ്റ്റ് 60 മുതൽ 70% വരെ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഫൈൻ.
Now, this is considered as one of the historical factors. ചരിത്രപരമായ കാരണങ്ങളിൽ ഒന്നാണ് എന്നാണ് പരാമർശിക്കുന്നത്. ചരിത്രപരമായ കാരണം തന്നെയാണ്. അതുപോലെ യു ഹാവ് ഓൺലി എ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെ? ഒരൊറ്റ ഭരണഘടന മാത്രമേ ഉള്ളൂ. ഇന്ത്യക്ക് ഒരൊറ്റ ഭരണഘടന മാത്രമേ ഉള്ളൂ. ഇപ്പൊ അമേരിക്കയിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങൾക്കും വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യൂഷനുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അഫ്കോഴ്സ് ജമ്മു കാശ്മീരിന് 2019 വരെ പ്രത്യേക ഭരണഘടന ഉണ്ടായിരുന്നു. എന്നാൽ 2019 ജമ്മു കാശ്മീർ ഒരു കേന്ദ്ര ഭരണ പ്രദേശമായി മാറുകയും ഇന്ത്യൻ ഭരണഘടന ജമ്മു കാശ്മീരിലെ അതുപോലെ ലഡാക്കിലെ ജനവിഭാഗങ്ങൾക്കും അപ്ലിക്കബിൾ ആയി മാറുകയും ചെയ്തു. സോ യു എസെൻഷ്യലി ഹാസ് ഓൺലി എ സിംഗിൾ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ഭരണഘടന ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമഗ്രമായി സംസ്ഥാനത്തെയും കേന്ദ്രത്തെയും നിങ്ങളുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് മറ്റൊരു കാരണമായി പരാമർശിക്കുന്നത്, ദാറ്റ് ഇസ് the single constitution which makes the Indian constitution more lengthy. അതുപോലെ lawyers, the presence of lawyers, നിയമവിദഗ്ധരാണ് നമ്മളുടെ ഭരണഘടനയിൽ അധികവും ഉണ്ടായിരുന്നത്. ഈ നിയമവിദഗ്ധർ നമ്മളുടെ ഭരണഘടനയുടെ ഭാഗമായി വരുമ്പോൾ, അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭാഗമായി വരുമ്പോൾ അവരുടെ ലാംഗ്വേജ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക, അല്ലെ? അപ്പൊ അവരുടെ ലാംഗ്വേജിന് ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആർട്ടിക്കിൾ നമ്പർ 15 16 ഒക്കെ എടുത്തൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ഇവർ വളരെ ലെങ്തി ക്ലോസ് ആയിരിക്കും ഉപയോഗിക്കുക. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനി പ്രൊവിഷൻസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ നമ്പർ 13 or 14 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദിസ് പെർട്ടിക്കുലർ ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ എഴുതുക. അപ്പോ ഇതിന്റെ ലെങ്ത്, അതായത് ഈ ഫ്രേസുകളുടെ ലെങ്ത് വർദ്ധിക്കും. ഈ ഫ്രേസുകളുടെ ലെങ്ത് വർദ്ധിക്കാനുള്ള കാരണം ഇവരുടെ പ്രൊഫഷണൽ ലാംഗ്വേജ് അതാണ് എന്നുള്ളതാണ്. ഈ ലോയേഴ്സിന്റെ അമിതമായ സാന്നിധ്യം, അല്ലെങ്കിൽ ലോയേഴ്സിന്റെ സാന്നിധ്യം, അമിതമാണോ മിതമാണോ എന്ന് പറയാൻ നമ്മൾ ആളല്ല, ലോയേഴ്സിന്റെ സാന്നിധ്യവും ഇന്ത്യൻ ഭരണഘടനയുടെ ദൈർഘ്യം കൂടുന്നതിന് ഒരു കാരണമായി മാറിയിട്ടുണ്ട്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ദ റീസൺസ് ഫോർ ദ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. So this is one of the lengthiest, I mean the most lengthiest written constitution in the world is the Constitution of India. There is absolutely no doubt. Now, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റ് കൂടി നോട്ട് ചെയ്ത് വെക്കുക. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് you had 395 articles, 22 parts, 8 schedules. ഞാൻ പറയുന്നത് 1949 നവംബർ 26 നമ്മളുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം നമ്മളുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. 395 ആർട്ടിക്കിൾസ്, 22 പാർട്സ് ആൻഡ് 8 ഷെഡ്യൂൾസ്. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ നമ്മളുടെ ഭരണഘടനയിൽ ഉണ്ടായി. ഇപ്പോൾ ഓൾമോസ്റ്റ് യു ഹാവ് 480+ ആർട്ടിക്കിൾസ്, 480-ലധികം ആർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ 25 പാർട്സ് ആണ് ഇപ്പോൾ ഉള്ളത്. 25 പാർട്സ്, 25 ഭാഗങ്ങളുണ്ട്. അതുപോലെ 12 ഷെഡ്യൂളുകൾ, 12 ഷെഡ്യൂൾസ് ആണിപ്പോ ഉള്ളത്. 12 ഷെഡ്യൂൾസും ഉണ്ട്. അപ്പൊ 22, 25 ആയി അല്ലേ? അപ്പൊ എന്താ സംഭവിച്ചത്? 3 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയാണോ ഉണ്ടായത്? പ്ലീസ് ആൻസർ. എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? 3 ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയാണോ ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? മൂന്ന് ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തില്ല. കൂട്ടിച്ചേർത്തില്ലെങ്കിൽ എന്ത് സംഭവിച്ചു? ഡിവൈഡ് ചെയ്തു, അമെൻഡ് ചെയ്തു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 22 എങ്ങനെ 25 ആയി എന്നാണ്, അല്ലെ? 22 ഭാഗങ്ങൾ എങ്ങനെ 25 ആയി എന്ന് ചോദിച്ചാൽ 4 ഭാഗങ്ങൾ ആഡ് ചെയ്തു, 4 പാർട്സ് ആഡ് ചെയ്തു. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ഭൂലോക മണ്ടത്തരം. 22, 4, 26 ഇത്രയ്ക്ക് മണ്ടത്തരം പറയരുത് എന്ന് പറയാം. അപ്പൊ 4 ഭാഗങ്ങൾ ആഡ് ചെയ്തു, ഒരു ഭാഗം ഡിലീറ്റ് ചെയ്തു. അങ്ങനെയാണ് 22 എന്തായി മാറുന്നത്? 25 ആകുന്നത്. ഓക്കെ, 4 parts has got added and 1 was deleted. Fine. Now, the preamble of the Indian Constitution. നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കും. But still, ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രിഫേസ് ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഈ പ്രിയാമ്പിളിന് ഒരു പ്രത്യേകത ഉണ്ട്.
ഈ പ്രിയാമ്പിള് സാധാരണഗതിയിൽ നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ ആദ്യം ആ പുസ്തകത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതും, പിന്നീട് ആ പുസ്തകത്തിന്റെ ഒരു ഒരു ബോഡി പാർട്ടിലേക്ക് പോകും, അതിനുശേഷം കൺക്ലൂഷനിലേക്ക് പോകും, അല്ലെ? ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷെ പ്രിയാമ്പിൾ നമ്മളുടെ ഭരണഘടനയിൽ ഏറ്റവും അവസാനമാണ് കൂട്ടിച്ചേർക്കുന്നത്. അതായത് ബോഡി പാർട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പ്രിയാമ്പിൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത്. സോ ദാറ്റ് വാസ് ഓൾസോ എ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓഫ് UPSC. UPSC ചോദിച്ചൊരു ചോദ്യമായിരുന്നു. പ്രിയാമ്പിൾ ആദ്യം ആഡ് ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പ്രിയാമ്പിൾ അവസാനമാണ് ആഡ് ചെയ്തത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, പ്രിയാമ്പിൾ ഭരണഘടനാ നിർമ്മാണ സഭ അല്ല ആഡ് ചെയ്തത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ, the preamble was added after the entire constitution was drafted. ഇന്ത്യൻ ഭരണഘടനയുടെ മുഴുവൻ കരട് രൂപരേഖയും തയ്യാറാക്കിയതിനു ശേഷമാണ് പ്രിയാമ്പിൾ ആദ്യം ഫിക്സ് ചെയ്യുന്നത്. So this is the first salient feature of the Indian constitution. That's it. Now the second one. Okay. സിലബസിൽ പ്രിയാമ്പിൾ ഇല്ലെങ്കിൽ നമ്മൾ പ്രിയാമ്പിൾ പഠിക്കാതെ മുന്നോട്ട് പോകില്ല കേട്ടോ. പ്രിയാമ്പിൾ പഠിക്കാതെ നമ്മൾ ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല. പ്രിയാമ്പിളിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. പ്രിയാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും പ്രിയാമ്പിളിൽ നിന്ന് ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ കൺസെപ്ച്വലായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു മേഖലയാണ് പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ പഠിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടില്ല. PSC പലപ്പോഴും നിങ്ങളെ പറ്റിക്കാറുണ്ട്. അതായത് സിലബസിൽ പറയാത്ത കാര്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ട്, സിലബസിൽ പറയുന്ന കാര്യങ്ങൾ പലതും ചോദിക്കാറുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നും പറഞ്ഞു പോകാൻ പറ്റില്ല. പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാതെ മുന്നോട്ട് പോകുകയും ചെയ്യില്ല. യെസ്, ഫൈൻ. Now the second reason, the second salient feature of the Indian Constitution is that you have drawn from various sources the sources of the Indian Constitution. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ഫീച്ചേഴ്സ് എല്ലാം ഒരുപാട് സോഴ്സുകളിൽ നിന്ന് കടമെടുത്തതാണ് എന്നുള്ളതാണ് മറ്റൊരു സേലിയന്റ് ഫീച്ചറായി പരാമർശിക്കുന്നത്. ഉദാഹരണം, ദ ഫിലോസഫിക്കൽ പാർട്ട്, ഇന്ത്യൻ ഭരണഘടനയുടെ ഫിലോസഫിക്കൽ പാർട്ടാണ്. സേ ഫോർ എക്സാമ്പിൾ ദ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്ന ഫിലോസഫിക്കൽ പാർട്ട് കടമെടുത്തിട്ടുള്ളത് USA നിന്നാണ്, അല്ലെ, US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്ന് പറയരുത്. ഞാനിത് എടുത്തു പറയാനുള്ള കാരണം, ചിലപ്പോൾ മാഗ്ന കാർട്ട റെഫറൻസ് ഒക്കെ പല ആസ്പിറൻസും എന്നോട് പറയാറുണ്ട്, സാർ മാഗ്ന കാർട്ട അല്ലേ ആദ്യമായി തുടങ്ങിയത്. ഐ ടെൽ യു എന്തുകൊണ്ടാണ് മാഗ്ന കാർട്ട എന്ന് പറയാത്തത്, അല്ലെങ്കിൽ മാഗ്ന കാർട്ടയിൽ നിന്ന് നമ്മൾ കടമെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പക്ഷെ ഇപ്പോൾ തൽക്കാലം ഈ ഫാക്ട് മനസ്സിലാക്കുക. ഫിലോസഫിക്കൽ പാർട്ട് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ കടമെടുത്തത് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. US കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ് എന്നല്ല പറയുന്നത്, പകരം ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുക. ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് പറയുക. ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. ഫൈൻ. നൗ DPSP again is a philosophical part. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നതും ഒരു ഫിലോസഫിക്കൽ പാർട്ടാണ്. ഇത് കടമെടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന കടമെടുക്കുന്നത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പക്ഷെ വേറൊരു ചോദ്യം ചോദിക്കാം, ഈ DPSP ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. പക്ഷെ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തിട്ടുള്ളത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, സോ അയർലൻഡ് ഇത് സ്പാനിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തത്. ഈ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡോക്ടർ അംബേദ്കർ ഇൻഫ്ലുവൻസ് ആയ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഫൈൻ. യെസ്. നൗ നമുക്കറിയാം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ദ പാർലമെന്റ്, അതായത് നമ്മളുടെ ഭരണഘടനയുടെ പൊളിറ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ട്രക്ചറൽ പാർട്ട് എന്ന് പറയുന്നത്. അഗെയിൻ പൊളിറ്റിക്കൽ പാർട്ട് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ കറക്റ്റ്. പൊളിറ്റിക്കൽ എസൻസ് എന്ന് പറയുന്നത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. സേ ഫോർ എക്സാമ്പിൾ ദ ക്യാബിനറ്റ് ഓർ ദ പാർലമെന്റ്. ഓക്കെ, ദ പാർലമെന്റ്, all these are drawn from the British Constitution. ഓക്കെ, അതായത് ബ്രിട്ടീഷ് ഭരണഘടന എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. Now the Government of India Act of 1935, again the structural part, ഇന്ത്യൻ ഭരണഘടനയുടെ ഘടനാപരമായ സവിശേഷതകൾ കടമെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 നിന്നാണ്. സേ ഫോർ എക്സാമ്പിൾ ദ ഫെഡറൽ സ്കീം. ഓക്കെ, ദ ഫെഡറൽ സ്കീം, ദ എമർജൻസി പ്രൊവിഷൻസ്.
ഓക്കെ, എമർജൻസി പ്രൊവിഷൻ, ഗവർണർ, അപ്പോയിന്റ്മെന്റ് ഓഫ് ദി ഗവർണർ, ഈ പറയുന്ന ഘടനാപരമായ കാര്യങ്ങളൊക്കെ കടമെടുത്തിരിക്കുന്ന 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ്. നൗ ഇത് കൂടാതെ കാനഡ, വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി, USSR, ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക എന്നീ പറയുന്ന രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നൊക്കെ തന്നെ നമ്മൾ ആശയങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംബേദ്കറിനെതിരെ, അല്ലെങ്കിൽ അംബേദ്കർക്ക് ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെതിരായ ഒരു ക്രിറ്റിസിസം പറഞ്ഞിരുന്നു. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടന വെറുതെ കോപ്പി അടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്നാണ് പറഞ്ഞത്. അംബേദ്കർ പറഞ്ഞു, ദിസ് ഇസ് നോട്ട് കോപ്പി. നിങ്ങളുടെ ഇന്റർവ്യൂ ബോർഡിൽ ഭരണഘടനയോട് താല്പര്യമുള്ള നിയമവിദഗ്ധർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വാട്ട് അബൌട്ട് യു saying that the Indian Constitution is a copy of the non-constitution in the world എന്ന് ചോദിക്കാം. You should say that, sir, it is not a copy. ഇതൊരു കോപ്പി അല്ല, ഇതൊരു പരിശോധനയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഈ പരിശോധന? ഏറ്റവും മനോഹരമായി നമ്മളുടെ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഫീച്ചേഴ്സ് നമ്മൾ ഭരണഘടനകളിൽ നിന്ന്, അറിയപ്പെട്ടിട്ടുള്ള ഭരണഘടനകളിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. സോ അംബേദ്കർ said that it was all about ransacking the non-constitutions of the world. ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഒരു കോപ്പി അല്ല. കോപ്പി എന്ന് പറയുന്നത് വളരെ ഒരു നെഗറ്റീവ് വാക്കാണ്, അല്ലെ? നമ്മൾ കോപ്പി അടിക്കുക എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അംബേദ്കർ പറഞ്ഞു അങ്ങനെ പറയരുത്. ദിസ് ഇസ് ആക്ച്വലി എ ഡെഡിക്കേഷൻ, ദിസ് ഇസ് ആക്ച്വലി ദ എഫേർട്ട് വിച്ച് ദ എൻറ്റയർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓർ ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഹാസ് പുട്ട് ഇൻ. സോ നമ്മൾ ഒരുപാട് ഭരണഘടനയിൽ നിന്നുള്ള ഏറ്റവും മനോഹരമായ ഫീച്ചേഴ്സ് കൂട്ടിച്ചേർത്താണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളത്. Okay, so this is an influence, copy alla, influenced. Yes, Dr. Ambedkar has got influenced from the beautiful features available in the constitutions of the countries of the world. എന്നാണ് നിങ്ങൾ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ആൻസർ ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇന്ത്യൻ ഭരണഘടന കോപ്പിയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു സർ എന്ന് പറഞ്ഞു പോരരുത്. കാരണം നിങ്ങൾ ഭരണഘടനയെ ബഹുമാനിക്കേണ്ടുന്ന, ഭരണഘടനയുടെ എല്ലാ വാല്യൂവും ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ബ്യൂറോക്രസിയുടെ ഭാഗമായി വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികളാണ്. നിങ്ങൾ ഭരണഘടനയെ വിമർശിച്ച് ഭരണഘടനയെ ആകെ ഈ ഒരു ഡോക്യുമെന്റ് കത്തിച്ചു കളയണം എന്നൊക്കെ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ നിന്ന് ഡയലോഗ് അടിച്ചിട്ട് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങി വരരുത്. ചിലപ്പോൾ ഇന്റർവ്യൂ ബോർഡ് പറയും ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ്, വണ്ടർഫുൾ വേ ഓഫ് ക്രിറ്റിസിസം എന്നൊക്കെ പറയും. പക്ഷെ ദ മാർക്സ് വുഡ് ബി എ ഡിസാസ്റ്റർ. അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഇന്റർവ്യൂ ബോർഡ് അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യും. കാരണം ഇന്റർവ്യൂ ബോർഡ് നിങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കും. ദേ ആർ ലുക്കിംഗ് ഫോർ ദ റൈറ്റ് കാൻഡിഡേറ്റ്സ്. അതിന് റോങ് കാൻഡിഡേറ്റ്സ് പുറത്തു പോകണം, അല്ലെ? സ്ക്രീനിങ് അല്ലേ ഇത്? അപ്പോൾ സ്ക്രീനിങ്ങിൽ അവർക്ക് പറ്റാത്തവർ സ്വാഭാവികമായും പുറത്തു പോകണം എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കും. നിങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ പുറത്തേക്ക് പോരട്ടെ. നിങ്ങൾ സുപ്രീം കോടതിയെ ചീത്ത വിളിക്കുന്നു, സുപ്രീം കോടതി ജഡ്ജിമാരെ ചീത്ത വിളിക്കുന്നു, യെസ് ഫാന്റാസ്റ്റിക്, അബ്സല്യൂട്ട്ലി ഗ്രേറ്റ് പെർഫോമൻസ്, വണ്ടർഫുൾ എന്നൊക്കെ പറയും. You will ultimately land in a disaster when the scorecard is out. So ഇതിനെ സംബന്ധിച്ചിട്ട് അൽഫോൺസ് കണ്ണന്താനം ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിട്ടൺ എക്സാമിനേഷനിൽ അദ്ദേഹം ടോപ്പർ ആയിരുന്നു, ഇന്ത്യ ടോപ്പർ ആയിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ സംസാര രീതി നമുക്കറിയാലോ. ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ അദ്ദേഹം അന്നത്തെ ഗവൺമെന്റിനെതിരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ വളരെ ശക്തമായി സംസാരിക്കുകയും ഒടുവിൽ അദ്ദേഹം റിട്ടൺ എക്സാമിനേഷനിൽ ടോപ്പായി നിന്ന് അദ്ദേഹത്തിന് 8th റാങ്കാണ് സിവിൽ സർവീസസ് പരീക്ഷയിൽ ലഭിക്കുന്നത്. അപ്പോൾ അത്രയും റാങ്ക് താഴേക്ക് വന്നു അദ്ദേഹം, ബിക്കോസ് ഇന്റർവ്യൂ വാസ് നോട്ട് ഗുഡ് ഫോർ ഹിം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുള്ളത് കാരണം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. സോ ദാറ്റ് ഇസ് ഹൗ യു നീഡ് ടു അപ്രോച്ച് ദി എക്സാം. നെവർ negatively criticize the system which we are following. No, you should respect it. That's it. And gently criticize ചെയ്യാം, പക്ഷെ ഷാർപ്പായി ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. രാഷ്ട്രീയക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലെ, പ്രതിപക്ഷം ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലെ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാതെ ഇരിക്കുക. That's it. Fine. So this is what I need to tell you now. And എൻ്റെ അടുത്ത് അനുദീപ് സർ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് നൽകണം എന്ന് പറഞ്ഞിരുന്നു.
അഗെയിൻ നിങ്ങളൊരു ബ്ലാങ്ക് പേപ്പർ ആയിട്ട് വരിക എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. ഇനി നിങ്ങൾക്ക് അതല്ല, ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ റീഡ് ദ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷ സ്വഭാവങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഒന്ന് വായിച്ചിട്ട് വരിക. ആ ചാപ്റ്റർ ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി, പഠിക്കാൻ നോക്കരുത്, വായിച്ചിട്ട് വരിക. ജസ്റ്റ് വായിക്കുക. എൻജോയ് ദ പ്രോസസ് ഓഫ് റീഡിങ്. ഇഫ് യു ഹാവ് ടൈം, സമയമുണ്ട് എങ്കിൽ മാത്രം ചെയ്താൽ മതി, അതിനപ്പുറത്തേക്ക് ചെയ്യേണ്ട. ബട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, റാങ്ക് ഫയലിൽ നിന്നുള്ള ഫാക്റ്റുകൾ നിങ്ങൾ നിർബന്ധമായും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വായിച്ച് പോയേ മതിയാകും. കാരണം the volume of this area, that is Indian polity, is huge. ഇപ്പോൾ ക്രാഷ് കോഴ്സിലൊക്കെ ഇരുന്നിട്ടുള്ളവർക്ക് അറിയാമായിരിക്കാം, നമ്മൾ 30-35 അവേഴ്സിൽ തീർക്കുമെന്ന് പറയുന്ന ക്രാഷ് കോഴ്സ് ഓൾമോസ്റ്റ് 55 അവേഴ്സിന് മുകളിൽ പോയി. The reason is that it is the volume of the subject. And one more thing, ക്രാഷ് കോഴ്സിൽ ഉണ്ടായിരുന്നവർ വളരെ ആക്റ്റീവ് ആയിരിക്കുന്നവർ കൂടിയായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി സമയം കൂടുതൽ എടുത്തത്. ബട്ട് അഗെയിൻ, അങ്ങനെ ആക്റ്റീവായി നിങ്ങൾ ഇരിക്കണം. ദാറ്റ് ഇസ് വാട്ട് വി ആർ അൾട്ടിമേറ്റ്ലി expecting from you. Okay, so this is what I need to tell you regarding the introduction. Fine. Rank file, either rank file ആണ് better? Again, totally depends upon you. എല്ലാ റാങ്ക് ഫയലിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, എല്ലാ റാങ്ക് ഫയലിലും ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല കേട്ടോ. റാങ്ക് ഫയൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യുക. യെസ്, ചാപ്റ്ററിന്റെ പേര് ഇതാണ്, സേലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. Salient features of Indian Constitution. It is chapter number 3 in the textbook. Okay. Yes. Just read it. Enjoy the process of reading. അതിനപ്പുറത്തേക്ക് പഠിച്ചിട്ടൊന്നും വരണ്ട, വായിക്കുക. റാങ്ക് ഫയൽ നിർബന്ധമായും നിങ്ങൾ ഫോളോ ചെയ്ത് പോകുക. That's it. Okay. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വേറെ മറ്റ് സംശയങ്ങളില്ല എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഏരിയാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. താങ്ക് യു വെരി മച്ച്.